ആമേൻ. യേശു പറഞ്ഞു, നീ പത്രോസാകുന്നു, അർത്ഥം നീ കല്ലാണ്. യു ആർ സ്റ്റോൺ. ആമേൻ. നിന്റെ പുറത്ത് സഭ പണിയാൻ പറ്റുകയില്ല, നീ വെറും കല്ല. എന്നാൽ ഈ പാറമേൽ, അതാരാ പാറ? യുഗങ്ങളുടെ പാറയായ ക്രിസ്തു. ആമേൻ. അനുഭവിക്കുന്ന പാറ, പിളർക്കപ്പെട്ട പാറ, തേൻ തരുന്ന പാറ, 25 ലക്ഷം ജനത്തിന് മരുഭൂമിയിൽ വെള്ളം കൊടുത്ത പാറ യേശുവാണത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ എവിടെ വായിക്കുന്ന പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മലയാളത്തിനകത്തൊരു തെറ്റുണ്ട്. മലയാളത്തിനകത്തൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ തമിഴ് ഞാൻ പറയാം. യേശു சொன்னார், நான் என் சபையை கட்டுவேன். പാതാളത്തിൻ വാസൽകൾ. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗ വിഷയം അവിടെയാ. പാതാളത്തിൻ വാസൽകൾ. ആമേൻ. கொஞ்சம் நீங்க நல்லா கேட்டுட்டு கொஞ்சம் ஆராதிப்போம். ஆமென். அவன் நான் என் സഭയെ കട്ടുവേൻ. സഭ എന്ന് പറയുന്നത് ഏകവചനമാണ്. ഏകവചനം ബൈബിളിൽ. ഞാൻ എൻ്റെ സഭകളെ കെട്ടുമെന്നല്ല, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. സഭ ഒന്നേ ഉള്ളൂ. എത്ര കെട്ടിടങ്ങൾ ആർക്ക് പണിയാം, എത്ര കുരിശും തൊട്ടി പണിയാം, ഏത് കൊടിമരം ആർക്ക് വേണേലും വെക്കാം, എവിടെ വേണേലും ആൾക്കാർ കൺവെൻഷൻ നടത്താം. പക്ഷെ ആരെല്ലാം കാണാൻ എന്ത് കെട്ടിയാലും അവൻ മണിമാളികളും മട്ടുപ്പാവുകളും കോട്ടക്കൊത്തളങ്ങളും മാർബിൾ സൗധങ്ങളും കൊടിമരങ്ങളും എന്തെല്ലാം ആരെല്ലാം ഉണ്ടാക്കിയാലും സഭ, സത്യസഭ ഒന്നേ ഉള്ളൂ. ഞാൻ എന്റെ സഭയെ പണിയും, ഞാൻ എൻ സഭയെ കട്ടുവേൻ. അടുത്തത് പാതാളത്തിൻ വാസൽകൾ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, സഭ എന്ന ഏകവചനമാണ്. പക്ഷെ പാതാളത്തിൻ വാസൽകൾ അത് അനേകമാണ്. ആമേൻ. സഭ ഒന്നേ ഉള്ളൂ, അതിനെ തകർക്കാൻ മേൽപ്പുറത്ത് ഒരുപാട് വാസലുകളുണ്ട്. നാഗർകോവിൽ ഒരുപാട്, കന്യാകുമാരിയിൽ ഒരുപാട് വാസലുകളുണ്ട് അതിനെ തകർക്കാൻ. ആമേൻ. തമിഴ്നാട്ടില്, കേരളത്തില്, ഇന്ത്യയില്, ലോകത്തില് സഭയെ തകർക്കാൻ ഒരുപാട് വാതിലുണ്ട്. പക്ഷെ സഭ ഒന്നേ ഉള്ളൂ, സഭയ്ക്ക് ഒരു വാതിലേ ഉള്ളൂ. കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ട് ആത്മശക്തിയോട് അങ്ങ് പുറകറ്റം വരെ, ഇതുവരെ ആരാധന തുടങ്ങിയിട്ട് ഈ പാട്ട് പാടിയിട്ട് ഇതുവരെ കൈയനക്കാത്തവർ, വായനക്കാത്തവർ, ആരാധിക്കാത്തവർ ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പാതാളത്തിൻ വാസൽകൾ എന്ന് ബൈബിളിൽ, തമിഴ് ബൈബിളിൽ വളരെ അർത്ഥസമ്പുഷ്ടമായി രേഖപ്പെടുത്തിയപ്പോൾ ബൈബിളിനകത്ത് മറ്റൊരു പദം ഞാൻ എടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, യേശു പറഞ്ഞു, I am the door. ഞാനേ വാസൽ. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരും, പുറത്തു പോകും, മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. യേശു പറഞ്ഞു, I am the door. അതൊരു ഏകവചനമാണ്. അവിടെ ഒരു ഏകവചനമാണ്. സ്തോത്രം. സഭ ഒന്നേ ഉള്ളൂ. സ്തോത്രം പറഞ്ഞു. സ്തോത്രം പറഞ്ഞു. സഭ ഒന്നേ ഉള്ളൂ, സഭയ്ക്ക് ഒരു വാതിലേ ഉള്ളൂ. ആമേൻ. സഭ ഒന്നേ ഉള്ളൂ, സഭയ്ക്ക് ഒരു വാതിലേ ഉള്ളൂ. എന്നാൽ നരകം അങ്ങനെ അല്ല, പാതാളം അങ്ങനെ അല്ല, അതിന് ഒരുപാട് വാതിലുണ്ട്. യേശു ക്രിസ്തു அப்படியே சும்மா சொன்னாரா நானே வாசல்னு? കർത്തരുടെ വാർത്തകൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ജീസസ്, യേശുവിന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ, the declaration of Jesus, യേശുവിന്റെ റൈറ്റ്സ് ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക നിങ്ങൾ. ആമേൻ. യോഹന്നാൻ 6:57 ഞാൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ആമേൻ. യോഹന്നാൻ 14:6 ഞാൻ വഴി, സത്യം, ജീവൻ.
യോഹന്നാൻ 11:25 ഞാൻ ജീവനും പുനരുത്ഥാനമാകുന്നു. യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ചുമ്മാ പറഞ്ഞതല്ല. ആമേൻ. യേശു പറഞ്ഞതല്ല ഉവ്വ എങ്കിൽ ഉവ്വ എന്ന്, ഇല്ല എങ്കിൽ ഇല്ല എന്നാണ്. സ്തോത്രം. ഈ രാത്രി സന്തോഷമുള്ള എത്ര പേരുണ്ട്? ഈ വചനത്തിന്റെ പ്രത്യേകത ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞാൽ അത് തീരത്തില്ല. ഈ വചനം കൊണ്ട് നടക്കാൻ കൃപ ലഭിച്ചവർ, ഈ വചനം കേൾക്കാൻ കൃപ ലഭിച്ചവർ, ഇത് പ്രസംഗിക്കാൻ കൃപ ലഭിച്ചവർ, ഇത് പറയാൻ കൃപ ലഭിച്ചവർ എത്ര പേരുണ്ട്? അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ ആരാധിക്കാൻ മനസ്സുള്ളവർ ആരാധിക്കണം. എഴുന്നേറ്റ് നിന്ന് തുള്ളി ചാടണമെന്ന് ചാടിക്കണം. എന്നെ ഞാനാക്കി മാറ്റിയത് ഈ ദൈവത്തിന്റെ വചനമാണ്. എനിക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്ന ദൈവത്തിന്റെ വചനമാണ്. എന്റെ തലമുറയെ മാനിച്ചത് ഈ ദൈവത്തിന്റെ വചനമാണ്. ഇത് മനസ്സിലാകുന്നുണ്ട് അല്ലേ പറ? ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിനക്കൊരു ജീവിതം എന്ന ദൈവത്തിന്റെ വചനമാണ്. നിനക്ക് ആരോഗ്യം തന്ന ദൈവത്തിന്റെ വചനമാണ്. നിനക്ക് അഴക് തന്ന ദൈവത്തിന്റെ വചനമാണ്. നിനക്ക് വീട് തന്ന ദൈവത്തിന്റെ വചനമാണ്. നീ വന്ന വാഹനം നിനക്ക് തന്ന ദൈവത്തിന്റെ വചനമാണോ? കൃപയുള്ളവർ ആരാധിക്കുക. നിനക്ക് വിദ്യാഭ്യാസം തന്ന ദൈവത്തിന്റെ വചനമാ. നിനക്ക് ബുദ്ധി തന്ന ദൈവത്തിന്റെ വചനമാ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. മോളെ, നിന്നെ ലോകം മുഴുവൻ എല്ലാവരും നിന്നെ കാണും, യൂട്യൂബിനകത്തൂടെ കാണും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നീ കീബോർഡ് വായിക്കുന്നതുകൊണ്ടല്ല, നീ യേശുവിന് വേണ്ടി വായിക്കുന്നത് കൊണ്ടാ. നീ കീബോർഡ് വായിക്കുന്നതുകൊണ്ടല്ല, അവൾ യേശുവിന് വേണ്ടി മാത്രം വായിക്കുന്നത് കൊണ്ടാ. അവൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിനക്ക് അനുഗ്രഹം തരുമ്പോൾ, നിനക്ക് കൃപ തരുമ്പോൾ അത് കർത്താവ് തന്നതാണെന്ന് പറയാൻ മനസ്സുണ്ടെങ്കിൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കുക? എത്ര പേരുണ്ട് ദൈവത്തെ സ്തുതിക്കുക? ഇന്ന് രാത്രി പറ, എന്റെ ജീവിതത്തെ മാറ്റിയത് ദൈവത്തിന്റെ വചനമാണ്. എനിക്കൊരു മാറ്റം തന്ന ദൈവത്തിന്റെ വചനമാണ്. എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിന്റെ വചനമാണ്. എന്റെ പാപം മാറ്റിയത് ദൈവത്തിന്റെ വചനമാണ്. എന്റെ ശാപം മാറ്റിയത് ദൈവത്തിന്റെ വചനമാണ്. മന്ത്രവാദ ശക്തികൾ, ആഭിചാര ശക്തികൾ എന്നെ തകർക്കാൻ നോക്കിയപ്പോൾ എന്നെ വിടുവിച്ചത് ദൈവത്തിന്റെ വചനമാണ്. വചനമാണ്, 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 വചനമാണ്. യെസ്. ദേശത്തെ ആത്മഹത്യകൾ മാറ്റിയ ദൈവത്തിന്റെ വചനമാണ്. ലഹരിക്ക് അടിമയായവരെ വിടുവിച്ച ദൈവത്തിന്റെ വചനമാണ്. അനേകരെ മദ്യപാനത്തിൽ വിടുവിച്ച ദൈവത്തിന്റെ വചനമാണ്. കൊലപാതകത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന്റെ വചനമാണ്. കമോൺ, ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി വചനം, 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 വചനം അത് രൂപാന്തരപ്പെടുത്തുന്നതാണ്. അത് പാറയെ തകർക്കുന്ന ചുറ്റുകയാണ്. അത് തേനാണ്. തേൻകട്ടയേക്കാൾ മധുരമാണ്. അത് വാതിലാണ്. അത് വീതിയാണ്. അത് വിളക്കാണ്. വിണ്ണിലേക്ക് പോകാനുള്ള വഴിയാണ്. അത് നിന്റെ ജീവിതത്തെ മാറ്റുന്ന സത്യശക്തിയാകിയാൽ പവർ 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 ശബല യോവ സുഖമാസേ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ സ്തുതിക്കുക. ഇന്ന് രാത്രി ഇവിടം കൊണ്ട് തീർന്നില്ല. തെക്കൻ തിരുവിതാംകൂറിൽ, കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് ഗ്ലാസിനകത്ത് ചായ കുടിക്കാൻ അവകാശമില്ലാതെ താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ടവന് ചിരട്ടയ്ക്കകത്ത് ചായ ഒടിച്ചു കൊടുത്ത മേൽജാതിക്കാരന്റെ മുമ്പിൽ നിന്നെ കുപ്പി ഗ്ലാസിനകത്ത് ചായ കുടിക്കാൻ കൃപ തന്നത് ദൈവത്തിന്റെ വചനമാണ്. ആമേൻ, ഹല്ലേലൂയ. താണജാതിക്കാരനെ പ്ലേറ്റിനകത്ത് ചോറിനാൻ സമ്മതിക്കാതെ നിലത്ത് കുഴി കുടിച്ച് തേക്കലയിട്ട് ചോറ് കൊടുത്ത നാട്ടിൽ നിന്നെ പ്ലേറ്റിനകത്ത് ചോറുണ്ണാൻ കൃപ തന്ന ദൈവത്തിന്റെ വചനമാണ്. ശരീരം മറയ്ക്കാൻ അനുവാദമില്ലാത്ത, മാറ് മറയ്ക്കാൻ അനുവാദമില്ലാത്ത കാലത്ത് നിന്നെ നന്നായി വസ്ത്രമെടുക്കാൻ കൃപ തന്നത് ദൈവത്തിന്റെ വചനമാണ്. അമ്മ, ബ്രിട്ടീഷുകാരൻ ഇവിടെ ബൈബിൾ കൊണ്ടുവന്നു. പള്ളി വന്നു. പള്ളി വന്നുകൊണ്ട് പള്ളിക്കൂടം വന്നു. അമ്മ, പള്ളി വന്നതുകൊണ്ടാണ് പള്ളിക്കൂടം വന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം വന്നു. നിനക്ക് ഭാഷ പിടുത്തം കിട്ടി. ഇന്ന് പഠിക്കാൻ കൃപ നൽകി. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. നിന്റെ മക്കൾ മാനിക്കപ്പെട്ടു. അവർ ലോക രാജ്യങ്ങളിലെത്തി. എന്താ കാര്യം? ദൈവത്തിന്റെ വചനം വന്നതുകൊണ്ട്. ഈ ബൈബിൾ അത് രൂപാന്തരത്തിന്റെ പുസ്തകമാണ്. അത് ജീവിതങ്ങളെ മാറ്റുന്ന പുസ്തകമാണ്. ഇന്ന് രാത്രി പറ, അതെന്റെ കാലിന് ദീപമാണ്, അതെന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഈ വചനത്തിന്റെ പ്രത്യേകത പറ, ഈ വചനം എന്നെ ഞാനാക്കിയ പുസ്തകമാണ്. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ. ഹൗ ബ്യൂട്ടിഫുൾ സെന്റൻസ്. യേശുവേ, நாங்கள் மேல்புறத்தில் அவ்வளோ எல்லாம் அந்த உலக பிரகாரமான கல்வியெல்லாம் எங்களுக்கு கிடையாது. கொஞ்சம் சொல்லி தருவீங்களா? ஏன் நீங்கள் வாசல்னு சொன்னீங்க? எவ்வளவோ காரியம் சொல்லலாம்.
இங்கே எல்லாம் பெரிய அறிவுள்ளவங்க எல்லாம் நான் தான் கம்ப்யூட்டர்னு சொல்லி நடக்கிறாங்க. ஆனால் கர்த்தர் சொல்றார், நானே வாசல். അതിൻ്റെ കാരണം ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ്, നഗരവാസൽ 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 നഗരവാസൽ. இஸ்ரவேல் ஜனங்கள் இருக்கிற இடத்துல எல்லாம் ஒரு பட்டணத்தை கட்டி, ஒரு நகரத்தை கட்டி, அதுக்கெல்லாம் சுற்றால மதில் போட்டு அதுக்கு ஒரு வாசல் போடுவாங்க. நகர வாசல் வெரி இம்பார்ட்டன்ட், பிரமாதமானது, பிரதானமானது. என்ன அர்த்தம்? ஒரு தீர்க்கதரிசிக்கு தீர்க்க தரிசனம் கிடைச்சால் அவன் எங்க வந்து சொல்லணும்? நகர வாசல் வந்து சொல்லணும். ஆமே, ஊர்ல வந்து சாப்பாடு இல்லை, ஜனங்களுக்கு பட்டினி. ஆமே, ஏதாவது ஆமே ஒரு சேக்கலுக்கு 2 செய்ய கோதுமை அதை கொடுக்கணும்னா எங்க வந்து கொடுக்கணும்? பட்டண வாசல் வரணும். வாசல்ல வந்து தான் கொடுக்கணும். ஒரு அப்பா அம்மாவுக்கு ஒரு மகன், அவன் கெட்ட குமாரன், கெட்ட சுபாவம் உள்ளவன், அவனை தாய் தகப்ப எங்க கொண்டு வரணும்? பட்டண வாசல்ல கொண்டு வரணும். மூப்பர்கள் என்ன செய்வாங்க? நீ குற்றம் செஞ்சதா இல்லையான்னு சொல்லி விசாரித்து அவனை கல்லு எறிஞ்சு கொல்லணும். விபச்சாரத்தில் பிடிக்கப்பட்டவள அவன் பிள்ளையார் பண்ண எங்க கொண்டு வரணும்? பட்டண வாசல் கொண்டு வர சொன்னாங்க. பட்டண வாசல் மீட்கணும். ஆமே, பாவாஸ் ரூத்த மீட்ட இடம் எது? பட்டண வாசல். தீரல. ஒரு ராஜ்யத்துக்கு இன்னொரு ராஜ்யத்து மேல யுத்தம் இருந்தா அவன் பிடிக்கிற இடம் எது? பட்டண வாசல். பட்டண வாசல் பிடிச்சா அந்த ராஜ்யம் தோற்றுச்சின்னு அர்த்தம். இதெல்லாம் தெரியுற என் கர்த்தர் சொன்னார், இன்னும் நீ தீர்க்க தரிசனம் கேட்க பட்டண வாசலுக்கு போக வேண்டாம், நானே வாசல், என்கிட்ட வா. ஆமென், ஹல்லேலூயா. உழைக்கிறவங்க, வேதனிக்கிறவங்க, மனது துன்பப்படுத்துறவங்க வா. ഇനി നീ അവൻ യുദ്ധം ചെയ്യുന്നിടത്ത് പട്ടണവാദികൾ പോകണ്ട, കല്ലെറിഞ്ഞ് കൊല്ലുന്നിടത്ത് പോകണ്ട. നീ കുറ്റം ചെയ്തോ ചെയ്തില്ലയോ എന്നറിയുവാൻ ന്യായത്തീർപ്പിന് വേണ്ടി പട്ടണവാദികൾ പോകണ്ട, പോകണ്ട, പോകണ്ട. ഞാനാണ് വാതിൽ. അതുകൊണ്ട് എല്ലാവരും എവിടെ വരണം? എൻ്റെ അടുക്കൽ വരണം. യേശു എന്തിനാ പറഞ്ഞത് ഞാനാ വാതിലെന്ന്? ഇനി മുതൽ നീ ലോകത്തിന്റെ വാതിൽ തപ്പി പോകണ്ട, കണ്ട വാതിൽ വഴിയെല്ലാം കയറണ്ട. ഞാനാണ് വാതിൽ. ഹല്ലേലൂയ. ഞാനാണ് വാതിൽ. യേശുവാണ് വാതിൽ. യേശുവാണ് വാതിൽ. യേശുവാണ് വാതിൽ. സന്തോഷത്തോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. യേശുവാണ് വാതിൽ. വായിക്ക് 10:7, യോഹന്നാൻ 10:7. യേശു പിന്നെയും അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ആളുകളുടെ വാതിൽ ഞാനാണ്. 2, ആടുകളുടെ വാതിലും ഞാനാകുന്നു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? പകല് മുഴുവൻ മേഞ്ഞു നടന്ന ആട്, പച്ചയായ പുല്ലും സ്വച്ഛമായ വെള്ളവും ലോകത്തിന് പുച്ഛമാണെങ്കിലും അത് മെച്ചമായി തരുന്ന, ആമേൻ, ഇടയന്റെ കൂടെ എല്ലാ മേടുകളും ചുറ്റി നടക്കുമ്പോൾ ചെന്നായി, സിംഹങ്ങൾ, കുറുക്കൻ, നരി ഇതെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. സന്ധ്യയാകട്ടെ, സൂര്യനൊന്ന് അസ്തമിക്കട്ടെ, നിന്നെ ഞാൻ കടിച്ചു കീറും. ഈ ആടിൻ്റെ കൂടിന് ഗോദറേജിൻ്റെ പൂട്ടില്ല, അൽസേഷൻ്റെ പട്ടിയില്ല, ഡോബർമാൻ്റെ പട്ടിയില്ല, നാഗാലാൻഡിലെ ഗൂർക്കയുമില്ല. ആകെ കൂടിയുള്ളത് ഇടയം മാത്രം. സ്തോത്രം പറ, സ്തോത്രം പറ. ഇടയൻ്റെ കയ്യിൽ 2 ആയുധങ്ങളേ ഉള്ളൂ. ബാലറ്റില്ല, ബുള്ളറ്റില്ല, തോക്കില്ല, ബോംബില്ല, ആമേ, പന്നിപ്പടക്കമില്ല, ഒന്നുമില്ല. ഒരു വടി, ഒരു കോലും. ഇടയൻ്റെ ഇത് 2വേ ഉള്ളൂ. ഈ വടി എന്ന് പറയുന്ന നീളമുള്ള ഒരെണ്ണമാണ്. ആ വടിയുടെ അടിയിൽ കൂടെയാണ് ആടുകളെ കൂട്ടിലോട്ട് എണ്ണി കയറ്റി വിടുന്നത്. ഈ കോലെന്ന് പറയുന്ന ഒരു സൈഡ് കൊടക്കാല് പോലെ വളഞ്ഞിരിക്കും. വല്ല പൊക്കത്തി നിൽക്കുന്ന നല്ല ഇലകളൊക്കെ ഈ കോലിട്ടിങ്ങനെ വളച്ച് എൻ്റെ കൂടെ പറഞ്ഞേ, വളച്ച് താഴ്ത്തി ഞായറാഴ്ച ആടിൻ്റെ പൊക്കത്തിൽ കൊണ്ട് കൊടുക്കണം. ഇത് ഞായറാഴ്ച രാവിലെ ഇരുന്ന് വളയ്ക്കരുത്, ശനിയാഴ്ചയെ വളച്ചുകൊണ്ട് വരണം. ചിലർ ഞായറാഴ്ച മേശക്കീടിലിരുന്നാണ്ട് തുപ്പൽ തൊട്ട് സങ്കീർത്തനം വളയ്ക്കുന്നത്. അവിടെ ഇരുന്ന് വളയ്ക്കരുത്, നേരത്തെ വളച്ചുകൊണ്ട് വരണം. അതിനാണ് ഈ വടിയും കോലും തന്നേക്കുന്നത്. ഹല്ലേലൂയ. ഇതും കൊണ്ട് വേണം വരാൻ, ആടിന് ഇതും കൊണ്ട് വേണം വരാൻ. സ്തോത്രം. ആടിൻ്റെ കൂടിൻ്റെ വാതിക്കൽ ഇടിച്ചെടുത്ത് ഒലിവെണ്ണ ഒഴിച്ച് കെട്ടിത്തൂക്കിയിട്ടൊരു വിളക്ക്, അതിനടിയിൽ വടിയും കോലും ഇങ്ങനെ ചാരി വെച്ചിരിക്കുക.
എന്നിട്ട് ഇടയൻ അവിടെ ഇങ്ങനെ കിടക്കുക വാതിലായിട്ട്. അതാ പറഞ്ഞാൽ ഞാൻ ആടുകളുടെ വാതിൽ ഞാനാ. ഇതിനൊരു അർത്ഥമുണ്ട്. അത് പറഞ്ഞിട്ട് മുമ്പോട്ട് ആരാധിക്കേണ്ടവർ ആരാധിച്ചോ. ദുഷ്ട ശത്രുവിനോട് കിടക്കുന്ന ഇടയൻ്റെ വാക്കും ഭാഷണവും കൂടെ അതൊരു സെൻറ്റൻസ് ഉണ്ട്. ഏത് സിംഹമായാലും ഏത് നരിയായാലും ഏത് ചെന്നായാലും എൻ്റെ ചങ്കത്ത് ചവിട്ടി അല്ലാതെ ഈ കൂട്ടിനകത്ത് ഒരാടിനെ നിനക്ക് തൊടാൻ പറ്റത്തില്ല. എൻ്റെ പ്രാണനാഥൻ്റെ സഭയിലെ കൂട്ടിനകത്തെ ആടുകളോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഇടയൻ്റെ ചങ്കത്ത് ചവിട്ടിയിട്ടല്ലാതെ ഈ കൂട്ടിനകത്ത് ഒരൊറ്റ ആടിനെ, നീ തമ്പുരാന്റെ ആടാണെങ്കിൽ, നീ ദൈവത്തിന്റെ വകയാണെങ്കിൽ, എൻ്റെ തമ്പുരാന്റെ ചങ്കത്ത് ചവിട്ടിയല്ലാതെ ഈ കൂട്ടിനകത്ത് ഒരൊറ്റ ആടിനെ തോട്ടാൻ പറ്റില്ല. ഭീഷണിപ്പെടുത്തിക്കോ, കൊല്ലുമെന്ന് പറഞ്ഞോ, തകർക്കുമെന്ന് പറഞ്ഞോ, പക്ഷെ തൊടാൻ പറ്റില്ല. പറ, എനിക്ക് ഇടയനുണ്ട്, ഒരു നല്ല ഇടയനുണ്ട്, ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. സ്തോത്രം പറ. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. ആമേൻ. ഇടയൻ്റെ ഒരു 3 ഗുണങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ആമേൻ ഇന്ന് രാത്രി ആമേൻ വാസൽകൾ എന്ന വിഷയത്തിലേക്ക് വരാം. വാസൽകൾ. ആമേൻ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാസൽ. വെരി ഇമ്പോർട്ടൻ്റ്. വളരെ ശ്രദ്ധിക്കുക. വാതിൽ എന്ന് പറയുന്ന ക്രിസ്തുവാണ്. അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്പം കഴിയുമ്പോൾ ഞാൻ വാസൽകൾ എന്ന വിഷയത്തിലേക്ക് വരും. വാതിലുകൾ എന്ന വിഷയത്തിലേക്ക്. സൂക്ഷിക്കണം. വാതിൽ നിനക്ക് പ്രയോജനമാണ്, പക്ഷെ വാതിലുകൾ നിന്നെ തകർക്കും. ആമേൻ. അതുകൊണ്ട് വാതിലാണോ വാതിലുകളാണോ എന്ന് നോക്കണം. പാസ്റ്ററെ, കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ഓക്കെ, ആക്കാം, ഇച്ചിരി കഴിയട്ടെ. പ്രശ്നം. നീ കാണുമ്പോൾ വാതിൽ പോലെ തോന്നും, പക്ഷേ അത് വാതിലുകളിൽ ഒരെണ്ണമായിരിക്കും. കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഞാൻ വരാം. സ്തോത്രം. വാതിലിൻ്റെ 3 പ്രത്യേകതകൾ പറയാം. ഒന്ന്, വാതിൽ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. വാതിൽ സംരക്ഷണമാണ്. യേശു പറഞ്ഞു, ഞാനാ വാതിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? നിന്റെ സംരക്ഷണം ഞാനാണ്, നിന്റെ രക്ഷകൻ ഞാനാണ്, നിന്റെ കാവൽ ഞാനാണ്. ലോകത്തിൽ ഒന്നിനും നിന്നെ തൊടാൻ പറ്റില്ല. ഒരിക്കൽ മുംബൈ എന്ന് പറയുന്ന സ്ഥലത്ത് ചച്ചോകൊണ്ട് ഒരു കൺവെൻഷനെ പ്രസംഗിച്ചിട്ട് ഞാൻ കൊങ്കൺ റെയിൽവേ വഴി ഞാൻ കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ആ ട്രെയിനിങ്ങിന് വരുമ്പോൾ അതിനകത്ത് മുഴുവൻ ഗുജറാത്തുകൾ ഹിന്ദിക്കാരൊക്കെയാണ്. മലയാളം പറയാനൊന്നും ആരും അതിനകത്തില്ല. എല്ലാവരും ഹിന്ദിയിലൊക്കെ സംസാരിക്കുന്ന ഉറക്കമൊക്കെയാണ്. ഞാൻ ബർത്തലായിരുന്നു. ഇടയ്ക്ക് എവിടെ വെച്ചോ ഞാൻ, ഇത് AC ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വരികയല്ല, ഇത് പുറകിൽ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലേ ഫ്രണ്ട് ആയിരിക്കും. ഞാനൊന്ന് താഴെ ഇറങ്ങിയിട്ട് കയ്യൊന്ന് പൊക്കിയിട്ട് ഹല്ലേലൂയാ എന്നിങ്ങനെ പറഞ്ഞു. ഒരു വായിക്കോട്ടൊക്കെ ഇവിടുന്ന് പോലെ കയ്യൊന്ന് പൊക്കിയിട്ട്. അന്നേരം ആ കോറിഡോറിലുള്ള ഒരാളെന്നോട് ചോദിക്കുക, മലയാളിയാണല്ലേ? അന്നേരം വരെ ഹിന്ദി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാൻ ചോദിച്ചു, ഞാൻ ഹല്ലേലൂയ എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അത് മലയാളവും അല്ലല്ലോ, പിന്നെ മലയാളിയാണോ എന്ന് ചോദിക്കാൻ കാരണം, ട്രെയിനിനകത്ത് വെച്ച് ഇത്ര നാണമില്ലാതെ ഇത്ര ഒച്ചത്തി ഹല്ലേലൂയ പറയണമെങ്കിൽ നീ ഒരു മലയാളി ആയിരിക്കും. അത് ഞാനൊരു സർട്ടിഫിക്കറ്റായിട്ട് ഏറ്റെടുക്കുന്നു. ഏത് കവലയിലും ഏത് ചന്തയിലും ഏത് റെയിൽവേ സ്റ്റേഷനിലും ഏത് സ്ഥലത്തും ലജ്ജയില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ മനസ്സുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലജ്ജയില്ലാതെ 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 ആമേ കർത്താവിനെ ആരാധിക്കാൻ മനസ്സുള്ളവർ 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 സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലജ്ജയില്ലാതെ. ആ മനുഷ്യനുമായിട്ട് ജസ്റ്റ് ഇങ്ങനെ മലയാളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, വർത്താനമൊക്കെ പറഞ്ഞു, മലയാളിയാണല്ലോ, സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പാസ്റ്റർമാരെ എനിക്കിഷ്ടമല്ല. എൻ്റെ മുഖത്ത് നോക്കി നല്ല ഭംഗിയായിട്ട് പുള്ളി പറഞ്ഞു, പാസ്റ്റർമാരെ എനിക്കിഷ്ടമല്ല. നിങ്ങളൊരു പാസ്റ്ററല്ലേ? ഞാൻ പറഞ്ഞു, അതെ, എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞു, എന്താ ചേട്ടൻ, എന്താ പാസ്റ്റർമാരെ ഇഷ്ടമല്ലാതെ? മൈക്ക് കയ്യിൽ കിട്ടിയ പാപി 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 എന്നല്ലാതെ നിങ്ങൾക്ക് എന്തേലും പറയാനറിയോ? നാട്ടിലുള്ളവർ മുഴുവൻ പാപിയാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനല്ല, എന്നാലും പാപം ചെയ്യുന്നവരെ പാപി എന്ന് പറയും. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ, നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരാളൊരു വാഴക്കൊലയും ചുമന്നുകൊണ്ട് പോവാം, നിങ്ങൾക്ക് ആ വാഴക്കൊല വേണം, അയാളുടെ പേരറിയത്തില്ല, നിങ്ങൾ വീടിൻ്റെ വാതിൽക്കൽ നിന്ന് എങ്ങനെ വിളിക്കും? കൊലേ കൊലേ
അപ്പം അയാൾ കൊലയും കൊണ്ടുവരും. അതെന്താ കൊലയെന്ന് വിളിച്ച തലേ കൊലയുള്ളതുകൊണ്ട്. കറക്റ്റാണോ അല്ലയോ? അയാളുടെ പേര് കൊലയെന്നൊന്നുമല്ല. അയാൾ കൊല താത്തു മേടിച്ചു കഴിഞ്ഞാൽ അയാളെ കൊലയെന്നെങ്ങാണ്ട് വിളിക്കും, വേറെ കൊല നടക്കും. പക്ഷെ അയാളുടെ തലയിലൊരു വാഴക്കൊല ഇരിക്കുമ്പം വേണമെങ്കിൽ നമുക്ക് കൊല 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 അങ്ങനെ വിളിക്കാം. അയാളെ കൊലയും കൊണ്ടുവരും. 9 ഇഞ്ച് നീളമുള്ള സിഗരറ്റ് വായിക്കാത്തിരുന്ന് തീവണ്ടിയുടെ പുക പോലെ പൊക്കൊണ്ടിരിക്കുന്നവൻ എന്തോ വിളിക്കണം? ബ്രൗൺ ഷുഗറും കാഷിഷും മരിജുവാനയും കഞ്ചാവും പട്ടച്ചാരയും ഹൈബ്രിഡ് കഞ്ചാവും കഴിച്ച് നാട്ടിൽ തലയും കുത്തി നിൽക്കുന്നവനെ എന്തോ വിളിക്കണം? വീട്ടിൽ നിന്ന് 1-ാം തരം മുണ്ട് കൊടുത്ത് ഇറങ്ങിയവൻ മേൽപ്പുറം ജംഗ്ഷനകത്ത് തലയെ കെട്ടി നിൽക്കുന്നു, അവൻ എന്തോ വിളിക്കണം? ആമേൻ. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു പാപി ഇല്ല സാറേ. പാസ്റ്റർ, അങ്ങനെ ഒരു പാപി ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, മോഷണോ? അതൊക്കെ കഴിവല്ലേ? ഒരാൾ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഒരാൾ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഒരാൾ പ്രസംഗിക്കുന്നു, ഒരാൾ കീബോർഡ് വായിക്കുന്നു, ഒരാൾ തബല വായിക്കുന്നു, വേറൊരാൾ കെട്ടിടം പണിയുന്നു, വേറൊരാൾ മേശ പണിയുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോരുടെ കഴിവനുസരിച്ച് ഓരോ ചെയ്യുന്നു. എന്നാൽ വേറെ ചിലർ ഒറ്റ രാത്രി കൊണ്ട് ജൂവല്ലറി കുത്തി തുറന്ന് 100 പവൻ അടിച്ചു മാറ്റുന്നു. ഇതിലാരാ കഴിവുള്ളവൻ? ആരാന്ന് ചോദിച്ചു. ആരാ കഴിവുള്ളവൻ? ഒറ്റ രാത്രി കൊണ്ട് ജൂവല്ലറി കുത്തി തുറന്ന് 100 പവൻ അടിച്ചു മാറ്റുന്നു. കഴിവാണോ അല്ലയോ? എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, കഴിവില്ല, പാസ്റ്റർക്ക് കഴിവില്ല, കഴിവില്ല, പാസ്റ്റർക്ക് കഴിവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ട്രെയിനിനകത്താ. അപ്പം ഞാൻ ചോദിച്ചു, കൊലപാതകമോ? രക്ഷപ്പെടണ്ടേ? കൊലപാതകമോ? എന്നെ പുള്ളി പറഞ്ഞു, കൊലപാതകമോ? വീട്ടിൽ സഹോദരിമാർ കോഴിയെ കൊല്ലുന്നു ചിക്കൻ കറി ഉണ്ടാക്കാൻ, ജീവനുള്ള കോഴിയെ. ഇപ്പോഴല്ലേ ബ്രോയിലറൊക്കെ കിട്ടുന്നത്, പണ്ടെങ്ങനെ ആയിരുന്നു? പറമ്പിൽ കൂടെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അറുത്ത് കൊല്ലുമല്ലേ. ചിലർ മീൻ കൊല്ലുന്നു. ഇറച്ചിക്കടയിലോട്ട് ചെല്ല്, കാള, എരുമ, എല്ലാത്തിനും എന്തോ ചെയ്യുന്നു? കൊല്ലുന്നു. പിന്നെ ഇച്ചിരൂടെ ധൈര്യമുള്ളവൻ മനുഷ്യനെ കൊല്ലുന്നു. എന്നിട്ട് എന്നോട് അയാൾ ചോദിച്ചു, ആരെയെങ്കിലും പാസ്റ്റർ കൊന്നിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞില്ല, ധൈര്യമില്ല, പാസ്റ്റർക്ക് ധൈര്യമില്ല, പാസ്റ്റർക്ക് ധൈര്യമില്ല. ഇയാളിങ്ങനെ ഓരോന്ന് പറയാം. അപ്പം ഞാൻ ചോദിച്ചു, ഈ മദ്യം ബ്രാൻഡിയൊക്കെ കുടിക്കുന്നു? ഉണ്ണപ്പള്ളി പറഞ്ഞു, പൈസ ഇല്ലാത്തവൻ കഞ്ഞിവെള്ളം കുടിക്കുന്നു, ഇച്ചിരൂടെ പൈസ ഉള്ളവൻ നാരങ്ങ വെള്ളം കുടിക്കുന്നു, അല്പം കൂടെ കാശുള്ളവൻ ലിംക, ഗോൾഡ് സ്പോട്ട്, സ്പ്രൈറ്റൊക്കെ കുടിക്കുന്നു, കുറച്ചുകൂടെ പൈസ ഉള്ളവൻ ബ്രാൻഡ് കുടിക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ ബ്രാൻഡ് കുടിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല, പൈസയില്ല, പാസ്റ്റർക്ക് കാശില്ല. ഇങ്ങനെ അയാൾ എന്നെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാനൊരു 4 വർഷം ഒരു വാക്യം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച ആളാണ്. ഒത്തിരി വാക്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു വാക്തത്വം എൻ്റെ കൈക്കകത്ത് വെച്ച് കുളിക്കുമ്പോൾ മാത്രം അതെവിടെയെങ്കിലും ഒക്കെ, അല്ലാത്തപ്പോഴെല്ലാം എൻ്റെ പോക്കറ്റിലെ കൈ കാണാം. എന്താണെന്നറിയോ? നിൻ്റെ എതിരികൾക്ക് ചെറുത്തു നിൽപ്പാൻ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിനക്ക് തരും എന്ന് ബൈബിളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 13 ഒരു വാക്യം കിടപ്പുണ്ട്. അതെടുത്ത് വെച്ച് പ്രാർത്ഥിച്ച ആളാണ് ഞാൻ. ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഈ മനുഷ്യനോട് മറുപടി പറയണം, ട്രെയിനിനകത്തുനിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അതിനെനിക്കൊരു കൃപ വേണം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ആ ട്രെയിനിൽ വെച്ച് എൻ്റെ മേലിങ്ങനെ ഇറങ്ങി വന്നു. ഞാൻ അയാളോട് ചോദിച്ചു, പേരെന്താ? അയാൾ പേര് പറഞ്ഞു. സ്ഥലം എവിടെയാ? കാട്ടാക്കടയാ. ഞാൻ പറഞ്ഞു, ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മക്കൾ എന്ത് ചെയ്യുന്നു? മോള് 10 പഠിക്കുന്നു, മോൻ 8 പഠിക്കുന്നു. ചേട്ടാ, ഒരു ഉപകാരം ചെയ്യണം. ഇത്രയും ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് നാളെ വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ കതകടയ്ക്കരുത്, ജനലും അടയ്ക്കരുത്. ചേട്ടൻ രാത്രി കതകും ജനലും അടയ്ക്കാതെ രാത്രി ഉറങ്ങണമെന്ന് പറഞ്ഞു. ഉടനെ അയാൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല, കാട്ടാക്കടയിൽ ഒരുപാട് കള്ളന്മാരുണ്ട്. ഞാൻ പറഞ്ഞു, അതൊരു കഴിവല്ലേ. ഉടനെ പറഞ്ഞു, 10 പഠിക്കുന്ന മോള് വീട്ടിലുണ്ട്, കൊണ്ടുപോട്ടെ, അത് അവൻ്റെ കഴിവല്ലേ. അവൻ്റെ കഴിവ് തെളിയിക്കാൻ പാസ്റ്റ് ഒരു അവസരം ചേട്ടൻ കൊടുക്കാൻ പറഞ്ഞു. പ്രീശലോ, അന്ന് ആ പുള്ളിക്ക് പറഞ്ഞത് മനസ്സിലായത്, മോളെ കട്ടോണ്ട് പോകുന്ന കഴിവല്ല എന്ന് അന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞു, അകത്ത് നിന്റെ മകള്, പുറത്ത് കള്ളൻ, ഇടയ്ക്ക് വാതിൽ. ഓ, അത് യേശുവാണ് ആ വാതിൽ. ഓ, കൃപയുള്ള ദൈവത്തെ ആരാധിക്കുന്ന രാത്രി എൻ്റെ യേശു നിന്റെ സംരക്ഷണമാ. വാതിലില്ലെങ്കിൽ നീ നിൽക്കത്തില്ല.
അടക്കത്തില്ല. നീ ജീവിക്കുന്നത് വാതിലുള്ളത് കൊണ്ടാ, നീ ഇന്ന് ഉയിരോടെ ഇരിക്കുന്ന വാതിലുള്ളത് കൊണ്ടാ. അത് പലകയുടെ വാതിലല്ല, ഈ ലോകത്തിന്റെ വാതിലല്ല, ജീവനുള്ള വാതിലായ എന്റെ യേശുവിനെ ഇങ്ങനൊന്നും ആരാധിച്ച പോരാ. ആർപ്പിട്ട് ദൈവത്തെ ആരാധിക്കണം. കുതൂകലமாக கர்த்தரை ஆராதிக்கும்படியாக எனக்கு வாசல் இந்த உலகத்தினுடைய பொருட்கள் அல்ல, இந்த உலகத்தினுடைய அவன் ஏதாவது லோக் அல்ல, அவன் என்னுடைய வாசல் கர்த்தர், ജീവൻ ഉള്ള വാസൽ. അവൻ ദൈവത്തെ സ്തുതിക്കുന്ന രാത്രി അവൻ പുറത്ത് കള്ളരുണ്ട്, പുറത്ത് പിശാചുണ്ട്, എന്നാൽ നീ ജീവിക്കുന്നത് വാതിലുള്ളത് കൊണ്ട്. പറ, യേശുവാണ് എൻ്റെ വാതിൽ, യേശുവാണ് എൻ്റെ വാതിൽ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. നിനക്കറിയാമോ ഇല്ലയോ, അത് രണ്ടാമത്തെ വിഷയം. ഇതുവരെ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ, അത് രണ്ടാമത്തെ വിഷയം. ജീവനോടെ ഇരിക്കുന്നത്, ജീവനോടെ ഇരിക്കുന്നത് ദൈവം നിന്റെ വാതിലായതുകൊണ്ടാ, ദൈവം നിന്റെ വാതിലായതുകൊണ്ടാ. യെസ്, വലിയ മിടുക്കന്മാരല്ലേ ലോകരാജ്യത്തില്. അമേരിക്ക CIA, അമേരിക്കയുടെ ചാരസംഘടന, അതിൻ്റെ ആൾക്കാരുടെ കോട്ടിൻ്റെ ബട്ടൺസ് ഒരു ക്യാമറയാ. കണ്ണേ വെക്കുന്ന സ്പെക്സ് കണ്ണട, അതിൻ്റെ സെൻറ്ററിൽ ക്യാമറയുണ്ട്. പേന, പോക്കറ്റ് കുത്തുന്ന പേന, അതിൻ്റെ മുകളിൽ ആ ക്യാപ്പിന് ഇവിടെ ക്യാമറയുണ്ട്. സംസാരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യും, സംസാരിക്കുമ്പോൾ വീഡിയോ എടുക്കും. ഭയങ്കര സിസ്റ്റമാണ്. എന്നിട്ട് എന്ത്, അമേരിക്ക CIA വമ്പൻ ചാരസംഘടനയുള്ള അവൻ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അമേൻ 2 കെട്ടിടങ്ങൾ ഒസാമ ബിൻ ലാദൻ ഇതിനിടെ കൂടെ വിമാനം കൊണ്ടുവന്ന് തകർത്തില്ലേ. സകല ക്യാമറകളെയും വെട്ടിച്ച് തീർന്നില്ല. അവൻ ലൈറ്റ് മിഷൻ ഗണ്ണുമായി കമാൻഡോസ് ഒരൊറ്റ ട്രിഗർ വലിച്ച 100 കണക്കിന് വെടികൾ പൊട്ടുന്ന തോക്കുമായി അവൻ ആവൽക്കാർ നിൽക്കുമ്പോൾ, അവൻ വമ്പൻ നായ്ക്കള്, അവൻ പോലീസ് നായ്ക്കള് ചുറ്റും കാവൽ നിൽക്കുമ്പോൾ, ഇന്ത്യൻ പാർലമെന്റിനകത്ത് പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റക്കാർ ചാടിക്കേറി പത്രത്തിൽ വായിച്ചില്ലേ? ഇന്ന് രാത്രി ഓർത്തു, ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന കാവലുകളൊന്നും കറക്റ്റ് അല്ല, അതെല്ലാം തകർന്ന് തരിപ്പണമാകും. നിന്റെ വീട് എത്ര വലിയ വീടായാലും, അതിന്റെ കഥ എത്ര പൂട്ടുള്ളതായാലും, എന്റെ ദൈവം തമ്പുരാൻ സംരക്ഷിച്ചില്ലെങ്കിൽ, ദൈവം നിന്റെ വാതിൽ അല്ലെങ്കിൽ, Jesus said, I am the door. Lord Jesus, why you said, why you declared, I am the door? Because I am the protection. 2, യേശു എന്തിനാ വാതിലെന്ന് പറഞ്ഞത്? The door is a representation of receiving. ഡോറിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ വീട്ടിൽ വെളിയിൽ നിന്ന് ആര് വന്ന് കോളിംഗ് ബെല്ലിൽ അടിച്ചാലും നമ്മളവരെ സ്വീകരിക്കുന്ന എവിടെ പോയാ? വാതിക്കൽ. ഡോർ ഈസ് ദ പ്ലേസ് ഓഫ് റിസീവിങ് സംബഡി. മറ്റുള്ളവരെ സ്വീകരിക്കുന്ന സ്ഥലമാണ് വാതിൽ. ഇന്ന് രാത്രി യേശു പറയുക, ഞാനാണ് വാതിൽ. അനുഗ്രഹിക്കപ്പെട്ട നീ എന്തിനാ പുറത്ത് നിൽക്കുന്നേ? യേശു ഇന്ന് രാത്രി പറയാ, വാ, യേശുവിലേക്ക് വാ. ഉള്ളം തകർന്നവരെ വാ, ഉണ്മയാമൻ നന്ദികേ. യേശു ഇന്ന് രാത്രി വിളിക്കുക, ഉള്ളം തകർന്നവരെ വാ, ഉണ്മയാമൻ നന്ദികേ. ഉള്ളലിഞ്ഞാശ്വാസമേകാൻ ഉള്ളവൻ ഞാനല്ലയോ, ഉള്ളലിഞ്ഞാശ്വാസമേകാൻ ഉള്ളവൻ ഞാനല്ലയോ. യേശു വിളിക്കുന്നു നിന്നെ, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു നിന്നെ, യേശു വിളിക്കുന്നു. അൻപഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു, അൻപഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. യേശു വിളിക്കുന്നു നിന്നെ, യേശു വിളിക്കുന്നു, ഓ യേശു വിളിക്കുന്നു
നിന്നെ യേശു വിളിക്കുന്നു. അൻപഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. അൻപഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. യേശു വിളിക്കുന്നു. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കൂ. Jesus Christ is standing tonight in the door. ഇന്ന് രാത്രി അവൻ വാതിൽക്കൽ നിൽക്കുന്നു. അകത്തേക്ക് വാ. നിന്റെ ജീവിതത്തിലെ വിഷയം എന്തുമാകട്ടെ, whatever may be, come. യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ, യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാത്ത പോലെ നിന്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ? തമ്പുരാൻ പറയുന്നു, വാ, നമുക്ക് തമ്മിൽ വാദിക്കാം. യേശു 1:18, നിന്റെ പാപം എത്ര കടുച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ ഞാൻ വെളുപ്പിക്കും. നീ ചെയ്ത തെറ്റ് ഭയങ്കരമായിരിക്കാം, പക്ഷേ ഈ രാത്രി എവിടെയാ? ഈ ഓൺലൈനിൽ കേൾക്കുമ്പോൾ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് നീ ഒരു വീൽ ചെയറിലാണോ ഇരിക്കുന്നത്? ഒരു പക്ഷെ വീട്ടിലൊരു ഐപാഡ് കയ്യിൽ വെച്ചുകൊണ്ടാണോ ഈ പ്രസംഗം കേൾക്കുന്നത്? അല്ല, നിന്റെ വീട്ടിലെ കമ്പ്യൂട്ടറിനകത്ത് കട്ടിലെ രോഗിയായി കിടന്നുകൊണ്ടാണോ? Where are you? നീ എവിടെയാ? യേശു പറയുന്നു, വാ. ഇന്ന് രാത്രി സ്നേഹത്തിന്റെ കരം നീട്ടി, ആശ്വസിപ്പിക്കുന്ന കരം നീട്ടി അരിമനാഥൻ ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്നു. എനിക്ക് മുമ്പോട്ട് പോകണം. ആമേൻ. എന്താണ് വാതിൽ? യേശു വാതിലാന്ന് പറഞ്ഞതിൻ്റെ മൂന്നാമത്തെ അർത്ഥം എന്താ? വാതിൽ പ്രൊട്ടക്ഷനാണ്, വാതിൽ റിസീവ് ചെയ്യുന്ന സ്ഥലമാണ്. നമ്പർ 3, വാതിൽ റിജക്റ്റ് ചെയ്യുന്ന സ്ഥലവും കൂടിയാണ്. ഒരാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെങ്കിൽ എവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കി വിടുന്നത്? വാതിക്കല. സ്വീകരിക്കുന്നതും വാതില, പുറന്തള്ളുന്നതും വാതില. മറക്കല്ലേ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. യേശു വരുമെന്ന് കാത്തിരുന്ന 10 കന്യകമാർ, യേശുവിന്റെ കാഹളത്തിന് ശബ്ദം കാത്തിരുന്ന 10 കന്യകമാർ. അവരാരാ? ഈ രാത്രി കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന പ്രസംഗിക്കുന്ന ഞാനും നമ്മളും. ആ 10 കന്യകമാർ. അതിനർത്ഥം അതാ. 25:10 എടുത്തോ. മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു. ഒരു തെറ്റായ ധാരണ ഇവിടെ ഉണ്ട്. ഒരുങ്ങിയിരുന്നവർ എന്ന് എഴുതിയിരുന്നപ്പോൾ പല ആൾക്കാർ വിചാരിച്ച പൗഡർ ഇട്ടിരുന്നവരായിരിക്കും. ലാക്ടോ കലാമിനും ഫെയറാലോവിലും തേച്ച് കണ്ണെഴുതി എക്സ്ട്രാ പീലി ഫിറ്റ് ചെയ്ത്, ആ ഒരുക്കമല്ല. ഒരുങ്ങിയിരുന്നവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് കർത്താവിൻ്റെ വചനമനുസരിച്ച് കറ, വാട്ടം, ചുളുക്കം, ക്ഷയം, മാലിന്യമില്ലാതെ ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിക്കപ്പെട്ട കർത്താവിൻ്റെ തങ്ക മണവാട്ടി. ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, വെടുക്കേണ, അസൂയ, സ്പർദ്ധ, കുശുംബ, കണ്ണുകടി, കൂട്ടിപ്പിടിപ്പീര്, ഈ വക തൊഴിലുകളില്ലാത്തവർ. അതാണ് ഒരുങ്ങിയിരുന്നവർ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ മുമ്പോട്ട് വരാം. തള്ളപ്പെട്ടു പോകരുത്. പെട്ടകത്തിൻ്റെ വാതിലടയ്ക്കേണ്ട സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത്, ആകെ മൊത്തം 8 പേരേ ഉള്ളൂ പെട്ടകത്തിൽ. പെട്ടകത്തിൻ്റെ വലിപ്പം 1,40,000 സ്ക്വയർ ഫീറ്റ്. നിങ്ങൾ ഓർക്കണം, ഈ ആലയം കൂടി വന്ന ഏതൊരു 1,500 സ്ക്വയർ ഫീറ്റ് വരും ഈ ആലയത്തിനകം. നിങ്ങൾ ഓർത്ത് 1,500, വെറും 1,500 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ 1,40,000 ഉള്ള പെട്ടകം എന്ന് പറയുന്ന സഭ മനസ്സിലൊന്ന് ഓർത്തേ. 1,40,000 സ്ക്വയർ ഫീറ്റ്. അതിനകത്ത് 8 മനുഷ്യരും 72,000 മൃഗങ്ങളും. പക്ഷെ അതിനകത്തൊരു സന്തോഷം എന്നു വെച്ചാൽ 367 ദിവസം പെട്ടകത്തിനകത്ത് കിടന്നിട്ട് സിംഹം ഒരു മുയലിനെ പിടിച്ച് തിന്നില്ല എന്നുള്ളതാണ് സന്തോഷം. നോഹ അതതിൻ്റെ ആഹാരം കൊടുത്തു. പ്രേംരാജ് മാസ്റ്ററെ ഞായറാഴ്ച വരുമ്പം സഭയ്ക്കകത്തിരിക്കുന്ന മുയലിനും സിംഹത്തിനും ഒരേ ഫുഡുമായിട്ട് വരരുത്. സിംഹത്തിനുള്ളത് വേറെ വേണം, മുയലിനുള്ളത് വേറെ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവരാവുള്ളൂ. അല്ലെങ്കിൽ മുയലിൻ്റെ പുല്ലെടുത്ത് സിംഹം തിന്നും. മൊത്തം പ്രശ്നമാകും. ഹല്ലേലൂയ. സന്തോഷത്തോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനൊക്കെ ഉണ്ടോ പാസ്റ്ററെ? പുലി ഒക്കെ
പിന്നെ നോൺ വെജിറ്റേറിയൻ അല്ല, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. നിവൃത്തിയില്ലാതെ വന്ന എന്ത് ചെയ്യും? പെട്ടകത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്തിനാന്ന് ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. സമയമായപ്പോൾ എൻ്റെ ഒരു ചിന്തയാകട്ടെ, ഒരു പ്രസംഗകൻ എന്നൊരു ചിന്തയാണ്. ബൈബിളിൽ അതില്ല. നോഹ ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വന്നെന്നാണ് ഞാനത് പ്രസംഗിക്കുന്നത്. നോഹയോട് ദൈവം ചോദിച്ചു, എന്താ നോഹ മനസ്സിനൊരു ഭാരം, മുഖത്തൊരു വല്ലായ്മ? ഓ, പ്രസംഗിച്ചിട്ട് ആരും കയറിയില്ല. പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞു. ഒന്ന് ചോദിച്ചു, ആരും കയറിയില്ലേ? അങ്ങനല്ല, 8 പേരുണ്ട്. ആരൊക്കെയാ? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 3 ആൺപിള്ളാരും അവരുടെ ഭാര്യമാരും. വീട്ടിലുള്ളവരെല്ലാം ഉണ്ടോ? ഉണ്ട്. നാട്ടുകാരും കയറിയില്ലെങ്കിലും വീട്ടുകാരുണ്ടല്ലോ. ചില ആൾക്കാരൊക്കെ നാട്ടുകാരെ കയറ്റാൻ ബന്ധപ്പെടുന്നതിനിടയ്ക്ക് വീട്ടുകാർ കയറാതെ പോയ സ്ഥലം പലയിടത്തും ഉണ്ട്. വീട്ടിലുള്ളവരെല്ലാം പെട്ടകത്തിലുണ്ടല്ലോ. ഞാനൊരു ചിന്ത പറയാം, ബൈബിളിലൊന്നുമില്ല. നോഹ ദൈവത്തോട് പറഞ്ഞെന്നാ ഞാൻ പറയുന്നത്. കർത്താവേ, എന്താ നോഹയോ, നമ്മുടെ ഈ ഉപദേശമേ ഇച്ചിരി കട്ടിയായതുകൊണ്ടാണ് ആൾക്കാർ കയറാത്തത്. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പെട്ടകം നിറച്ച ആൾ കയറും. അപ്പം ദൈവം ചോദിച്ചു, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്? ഇച്ചിരി പുകയ്ക്കാവുന്നു, ശകലം വലിക്കാവുന്നു, പോയി കുടിക്കരുത്, ഫ്രിഡ്ജിനകത്ത് മേടിച്ച് വെച്ച് എന്നും. തിയേറ്ററിൽ പോയി കാണരുത്, മൊബൈലിനകത്ത് കാണാമെന്നും. അങ്ങനൊക്കെ നമ്മൾ പ്രസംഗിക്കാമെങ്കിൽ ആള് കയറും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ താക്കോലിങ്ങെടുത്ത് അന്ന് പൂട്ടി. തമ്പുരാൻ അന്ന് കർത്താവ് പെട്ടകം പൂട്ടി. ഒറ്റ ദൂത് പറഞ്ഞ് ഞാൻ പോകാം. എത്ര പേര് കയറി എന്നുള്ളതല്ല, വചനത്തിൽ നിൽക്കുന്നവരാ കയറണ്ടേ, വചനമനുസരിക്കുന്നവരാ കയറണ്ടേ, സത്യവചനപ്രകാരമുള്ള ആരാധനയ്ക്കാ കയറണ്ടേ. ആമേൻ. അല്ലാത്തതെല്ലാം റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശു വാതിലായിട്ട് നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ? ഉത്തരം, കയറേണ്ടവരെ മാത്രം കയറ്റാൻ. ഓ, അടുത്തൊരു സെന്റൻസ് ശ്രദ്ധിച്ചോ, കയറേണ്ടവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അവൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലാണ് യേശു. അതാ യേശു പറഞ്ഞത്, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. സ്വത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പം വേഗത്തിൽ എനിക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിലേക്ക്, എൻ്റെ പ്രസംഗത്തിൻ്റെ 2ാം ഭാഗത്തേക്ക് കിടക്കണം. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വാതിലിൽ കൂടെ കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ആമേൻ. ഈ വാതിലല്ലാതെ, യേശുവാകുന്ന വാതിലല്ലാതെ വേറെ ഒരുപാട് വാതിലുകൾ പലയിടത്തുമുണ്ട്. അതുവഴി കള്ളനും കവർച്ചക്കാരനും മാനസാന്തരപ്പെടാത്തവരൊക്കെ അകത്ത് കയറുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് ദൈവത്തിന്റെ സഭയല്ല, അത് സത്യസഭയല്ല. കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഇത് ഓൺലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന മീറ്റിംഗാ. അതുകൊണ്ട് നല്ല ധൈര്യം ഉണ്ടെങ്കിലേ ഏതെങ്കിലും കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. കാരണം ഇത് റെക്കോർഡിങ്ങാ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഗിദയോൻ ഗോസ്പൽ മിഷന്റെ വാതുക്കൽ വേണമെങ്കിൽ നാളെ ഞങ്ങളൊരു ഫ്ലെക്സ് വെക്കാം. പുകവലിക്കുന്നവനും കള്ളു കുടിക്കുന്നവനും ഇതിനകത്ത് അടുത്ത ഞായറാഴ്ച മുതൽ വേണ്ട അവൻ വരണ്ടെന്ന് ഞങ്ങളിവിടെ ഫ്ലെക്സ് വെക്കാം. ഞങ്ങൾക്ക് നല്ല തൻ്റെ ഇടമുണ്ട്. ഞാൻ മേൽപ്പുറത്തെ തമിഴ്നാട്ടിലെ കേരളത്തിലെ ക്രൈസ്തവ സഭകളോട് ചോദിക്കുന്നു, ധൈര്യമുണ്ടോ വെക്കാൻ? നിങ്ങളുടെ ചർച്ചിന്റെ വാതുക്കൽ മദ്യപിക്കുന്നവൻ അടുത്ത ആഴ്ച വരണ്ട, പുകവലിക്കുന്നവൻ വരണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ക്രൈസ്തവ സഭകളുണ്ട്? പറ, ഞങ്ങൾ വെക്കാം. സത്യസഭ കർത്താവിന്റെ. വേറെ വാതിൽ വഴി കയറണ്ട. ഒരുപാട് വാതിലുണ്ട്. ഇന്ന് രാത്രി കയറാൻ പാടില്ലാത്ത വാതിൽ, നോക്കാൻ പാടില്ലാത്ത വാതിൽ,
വശീകരിക്കുന്ന വാതിലുകൾ ഇവിടെയുണ്ട്, സൂക്ഷിക്കണം. പോകാം, നമുക്ക് വായിക്കാം. ജെനീസിസ്, ഉൽപ്പത്തി 4:7 നീ നന്മ ചെയ്യുന്നുവെങ്കിൽ കയീനേ, യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം, അണ്ടസരാസരങ്ങളെ പടൈത്ത சகலத்தையும் உருவாக்கின கர்த்தர் ஆதாமினுடைய மூத்த மகன் காயின் இடத்துல கர்த்தர் பேசுகிறார். காயினே, எஸ், நீ நன்மை செய்யல, നിന്നെ കാത്തു കിടക്കിയ പാപം വാതുക്കൽ. അടുത്ത സെന്റൻസ് പറ. അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകും. അതിന്റെ എല്ലാ പ്ലാനും പദ്ധതിയും നീ വരും, നിന്നെ പൊക്കാം. പാമ്പ് വരുന്നത് ഏത് രൂപത്തിൽ എന്ന് പറയാൻ പറ്റുകയില്ല. പാപം വരുന്നത് സ്റ്റാമ്പ് രൂപത്തിലാണ് വരുന്നത്. സ്റ്റാമ്പ്, മയക്കുമരുന്ന് ഇപ്പോൾ വരുന്ന ഒരു രൂപത്തിന്റെ പേരാണ് സ്റ്റാമ്പ്. അത് ഐസ്ക്രീമിന്റെ സ്റ്റൈലിൽ വരും. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ അത് കഴിച്ച് നീ അതിനകത്ത് അഡിക്റ്റ് ആകും. സ്കൂളിൽ മയക്കുമരുന്ന് ക്യാരി ചെയ്യുന്ന കൊണ്ടു കൊടുക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എന്ന് പത്രം പറയുന്നു. പാപം വരുന്ന വഴി, തകർക്കുന്ന വഴി. അവിടേക്ക് നമ്മൾ നാളെ പോകാം. ഇന്ന് ഞാൻ എൻ്റെ ചെറിയൊരു ഭാഗത്തോടെ പോട്ടെ. ഈ പാപം വാതുക്കൾ കിടന്ന പോകരുത് പറഞ്ഞാലേ പോകരുത്. നിന്നെ തകർക്കാനാണ് കിടക്കുന്നത്, പക്ഷെ പോയി, അതിലേ പോയി ചിലർ. എന്ത് സംഭവിച്ചു? എടുക്കാം സങ്കീർത്തനം 38:4. അതിന്റെ ആദ്യത്തെ സെന്റൻസ് വായിക്കുക. ആദ്യത്തെ 38:4 ഫസ്റ്റ് സെന്റൻസ് വായിക്കുക. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്കുമീതെ കവിഞ്ഞിരിക്കുന്നു. ഇപ്പൊ പാപം എവിടെ കയറിയിരിക്കുന്നു? വായിക്കുന്ന സൗകര്യം പറ. പാപം ഇപ്പൊ എവിടെ കയറിയിരിക്കുന്നു? തലേ കയറിയിരിക്കുന്നു. ഇത് എവിടെ കിടന്നതാ? താഴെ കിടന്നതാ. നിന്നോട് ആര് പറഞ്ഞിരുന്നു തല വെക്കാൻ? പറഞ്ഞില്ലേ പോകരുതെന്ന് പറഞ്ഞില്ലേ? നിന്നെ തകർക്കും, ആ വാതിൽ നിന്നെ തകർക്കും, ആ വാതിൽ നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞില്ലേ? പക്ഷെ നീ എന്താ ചെയ്തേ? அபிஷேகத்தை പറഞ്ഞ അനുസരിച്ചില്ല. போதகர் சொன்னது கேட்கல, ஊழியக்காரன் சொன்னது கேட்கல, பெரியவங்க சொன்னது கேட்கல. You are not listening the word of elders. மூத்தவங்க சொன்னது கேட்கல. அந்த வழி நீ போன வாசப்படியில் கிடந்த பாவம் இப்ப எங்க ஏறி என் தலை மேல ஏறி உட்கார்ந்துருக்கு. தலை மேல சிலவங்க சொல்லுவாங்க, என் தலை மேல ஏறி உட்கார்ந்துருக்கு. അടുത്ത സെന്റൻസ്. ഭാരമുള്ള ചുമട് പോലെ, എന്ത് ഭാരമുള്ള ചുമട് പോലെ, ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. എന്റെ കുഞ്ഞെ, നിന്നോട് ആര് പറഞ്ഞത് തലേ വെക്കാൻ? ഇപ്പൊ പറയുന്നു ഈ സൈഡിൽ ഒരു വേദന, ഈ സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് വരും, ബുധനാഴ്ച അത് വയറ്റത്ത് വരും, വ്യാഴാഴ്ച അത് മൂക്കേ വരും, ഞായറാഴ്ചയാണ് അത് കാലേ വരുന്നത്. എന്നാന്നറിയോ? പോകാതിരിക്കാൻ വേണ്ടി. ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ വയറ്റത്തും മൂക്കയിലൊക്കെ വന്നങ്ങ് മാറും. ഞായറാഴ്ച 2 കാലയിലും വരും ആ വേദന. വാതുക്കൾ കിടന്ന പാപം തലേ കയറി. അതിപ്പോൾ എനിക്ക് കഠിനമായിരിക്കും. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഇറക്കിക്കള, താഴെ എടുത്തിട്ട് ആ പാപം എടുത്ത് താഴെ ഇട. നീ പറ, എനിക്ക് ആ പാപം വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിലർ ചോദിക്കും, പാസ്റ്റർ ഏത് പാപത്തിൻ്റെ കാര്യമാണ് പറയുന്നത്? മറ്റേ ചതുരത്തിലിരിക്കുന്നൊരു സാധനം ഇങ്ങനെ തോണ്ടുന്നേ. നാളെ പറയാം കൃത്യമായിട്ട്. ഹല്ലേലൂയ. നിന്റെ തലേ കയറിയിരിക്കാതെ ഇപ്പം ഇറങ്ങിപ്പോകാതെ. അടുത്ത് സംഭവിക്കാൻ പോകുന്നത് വായിക്കാം. 38:5 വാക്യം. എന്റെ പാപം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. നാട്ടിൽ നീ ഒരു നാറ്റമാകുന്നതിന് മുമ്പ് നിന്റെ തലേ കയറിയിരുന്നു. വാതുക്കെ കിടന്ന പാപം തലേ കയറിയിരുന്നു. തലയ്ക്കത് ഭാരമായി. ഇപ്പോൾ നാട്ടിൽ ഒരു നാറ്റമായി. അടുത്ത വാക്യം. ഞാൻ കുനിഞ്ഞ് ഏറ്റവും നിന്റെ തല കുനിച്ചു കളയുന്ന പാപം. இந்த வாசல் வழி போக கூடாது சொல்லிச்சுல. அந்த வாசலை எட்டி பார்க்காத. அந்த வாசலை பாவம் படுத்து கிடக்கு. அந்த வாசல் வழி போகாத. உன்னை கெடுக்கிற பாவம், உன்னை வாழ்க்கை இல்லாமையாக்குற பாவம், அது നിന്റെ തലയ്ക്ക് മൂളിക്കേറി, അത് ഭാരമായി മാറി, അത് വ്രണമായി മാറി. അടുത്ത വാക്യം. ഞാൻ ഇടവിടാതെ
ദുഃഖിച്ചു നടക്കുന്നു. ഇനി അടുത്ത വാക്യം, എന്റെ നെഞ്ചിടിക്കുന്നു. മതി, അവിടെ നിൽക്കുന്നു. എൻ്റെ നെഞ്ചിടിക്കുന്നു, 10-ാം വാക്യമല്ലേ? എൻ്റെ നെഞ്ചിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അറ്റാക്കിനുള്ള ഒരു ചെറിയ ചാൻസ്. ഹല്ലേലൂയ. ഇത് എവിടുന്ന് തുടങ്ങിയതാ? ഒന്ന് മറക്കല്ലേ, ഈ പ്രസംഗം മറക്കല്ലേ. ഇത് എവിടുന്ന് തുടങ്ങിയതാ? താഴെ കിടന്ന വാതൊക്കെ കിടന്ന അവിടെ കിടക്കട്ടെ, ആ വഴി പോകാതിരുന്ന പോരായിരുന്നു. അതിപ്പോൾ എവിടെ കയറി? തലേ കയറി, ഭാരമായി, നാറ്റമായി, പ്രശ്നമായി, രോഗമായി, ഇപ്പം അറ്റാക്കെ വന്ന് നിൽക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരൊറ്റ ദൂത് വിളിച്ചു പറയാ, ആ വാതിൽ നിന്നെ തകർക്കാൻ കാത്തു നിൽക്കുന്ന വാതിലാ. നീ നോക്കാൻ പാടില്ലാത്ത വാതിലാ, നിന്നെ തകർത്ത് കളയുന്ന വാതിലാ. യേശു പറഞ്ഞു, പാതാളത്തിൻ വാസലുകൾ ഉന്നെ മേற்கொள்ள കൂടാது. കാരണം നീ சாப. கே அப்ரஹாம் சொன்னாரு, பேம்ராஜ் சொன்னாரு, உங்க பேரை சொல்லுங்க. நீங்க யாரு? நீங்க உங்க பேர் வந்து சபை. கர்த்தர் கெட்டி எழுப்புற சபை தான் நம்ம ஒவ்வொருத்தரும். ஆமென். ஒரு ஆமென் சொல்லுங்க, நல்ல ஒரு ஆமென் சொல்லுங்க. நான் சாதாரண நபர் அல்ல, நான் சாதாரண மனுஷன் அல்ல. கர்த்தருக்கு ஆமென், கர்த்தருடைய சபை. அவர் ரத்தத்தினால மீட்கப்பட்டவன். கல்வாரி சிலுவையில் எனக்காக ரத்தம் சிந்தி என்னுடைய பாவத்தை, என்னுடைய சாபங்களை மாற்றி என்னை அவருடைய மகனாக மகளாக மாற்றி. ஆமென். ஹல்லேலூயா. மலவாளி சபை சந்தோஷத்தோட கர்த்தர் நாமத்தை உயர்த்துங்க. ஹல்லேலூயா. எச்சரிக்கையாக இருக்க சொல்றாரு. பாவம் வாசல்ல, ஒருவேளை நீ போகிற காலேஜில் அந்த வாசல்ல பாவம் படுத்திருக்கலாம். உன்னை கூப்பிடுற இடத்துல கொஞ்சம் கவனமா இரு. நீ போற இடத்துல பாவம் வாசல்ல படுத்திருக்கலாம். கவனமாக இருக்க சொல்லுங்க, எச்சரிக்கையாக இருக்க சொல்லுங்க. பி அலர்ட். போலாமா? 2 ராஜாக்கள் 5வது அதிகாரம் 9-10. അങ്ങനെ നയമാൻ ആരാം രാജാവിന്റെ സേനാനായകനായ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശ പ്രവാചകന്റെ വീടിന്റെ വാതുക്കൽ വന്നു. വാതുക്കൽ വന്നിരിക്കുന്ന ആരാ? അല്ല, വാതിലിനകത്തിരിക്കുന്നത് എലീശ. വാതുക്ക വന്ന് നിൽക്കുന്ന ആരാ? ആരാം രാജാവിന്റെ സേനാനായകൻ, അർത്ഥാൽ DGP. ആര്? DGP. ഞാൻ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റേഴ്സിനോട് ചോദിക്കുന്നു, എന്നോട് തന്നെ ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു, DGP വന്ന് കോളിംഗ് ബെല്ലടിച്ചാൽ കഥവ് തുറക്കുമോ ഇല്ലയോ? ഉത്തരം, തുറക്കും പാസ്റ്റർ. DGP അല്ലേ, പക്ഷെ എലീശ തുറന്നില്ല. DGP വന്ന് വാതുക്കെ നിൽക്കുന്നു പാസ്റ്ററെ. സേനാനായകൻ അന്നത്തെ ഭാഷയെ പറഞ്ഞ ഇന്നത്തെ DGP-യാ. ആരാം രാജാവിന്റെ സേനാനായകൻ കോളിംഗ് ബെല്ലടിച്ചു. പ്രവാചകനെ കാണാൻ കുഷ്ഠരോഗിയാ, രഥത്തിലാണ് വന്നിരിക്കുന്നേ. ആമേൻ. വന്ന് ബെല്ലടിച്ചു. പക്ഷേ എലീശ പ്രവാചകൻ വാതില് തുറന്നില്ല. അകത്തിരുന്നുകൊണ്ട് പുള്ളി ആളയച്ചിട്ട് പറഞ്ഞു, വായിച്ചു മക്കളെ, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക. അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി. DGPക്ക് ദേഷ്യമായി പോയി. DGPക്ക് ഇഷ്ടപ്പെട്ടില്ല. വായിക്കേ. നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രൂദ്ധിച്ചു പുറപ്പെട്ടു. നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട അതിൻ്റെ അങ്ങേ അറ്റത്തെ സൂപ്പർലെറ്റീവ് വാക്കാണ് ക്രുദ്ധിച്ചു. DGP അല്ലേ, SI ആണേ പോലെ നമ്മൾ മുട്ടിടിച്ചോണ്ട് ചെല്ലും. ആമേൻ. 10 മണിക്ക് സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞാൽ 9:30 നമ്മൾ സ്റ്റേഷൻ്റെ വാതൊക്കെ നിൽക്കുക. എലീശ പ്രവാചകന് ദൈവത്തെക്കാൾ പേടിയുള്ള ആരും ഈ ലോകത്തിലില്ല. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു. അടുത്ത വാക്യം. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന്, അവൻ വാതിൽ തുറന്ന് എലീശ പുറത്തു വന്ന് എൻ്റെ അടുത്ത് വന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച്, ഈ കുഷ്ഠരോഗിയായ നയമാന്റെ തലയിലോട്ട് കൈവച്ചിട്ട് യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി. അവന്റെ കുഷ്ഠരോഗമുള്ള സ്ഥലത്തിന്മേലെ കയ്യം കൊടിച്ച എന്ന് പറഞ്ഞ ആട്ടി. ഞാൻ പൽസിക്കും. പാസ്റ്റർമാരെല്ലാം പൽസിക്കുമെന്നാ പൊതുവേ ഉള്ള. ഒന്ന് പൽസിച്ച്, അതാ ചിലർ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നിട്ട് ആ പാസ്റ്റർ പൽസിച്ചു പോലും ഇല്ല. രോഗം പോയാലും പോയില്ലേലും പാസ്റ്റർ ഒന്ന് ആട്ടിയ സന്തോഷമുള്ളവരുണ്ട്. എന്നൊന്ന് വെച്ചാൽ മതി, ഒരു സന്തോഷം. നയമാൻ ആഗ്രഹിച്ചത്, നയമാൻ വിചാരിച്ചത്, എലീശ പുറത്തു വന്ന് എൻ്റെ മേൽ കൈവച്ച് ആട്ടി.
അങ്ങനെ അവിടെ ഇതേക്കുന്നത്. അത് ഒരു പ്രവാചക ഭാഷയാണ്. ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ പൽസിച്ച്, റിബ്യൂക്ക് ചെയ്ത്, തമിഴിൽ പറഞ്ഞാൽ അപ്പുറപ്പെടുത്തി. ആമേൻ. പക്ഷെ എന്താ ഏലീശ കതക് തുറക്കാഞ്ഞേ? ഏലീശയ്ക്ക് അറിയാം, പാപമാണ് വാതുക്ക വന്ന് നിൽക്കുന്നത്. ഈ രഥത്തിൽ വന്നിരിക്കുന്ന ഈ നയമാൻ്റെ രഥത്തിനകത്ത് വെള്ളിക്കട്ടികളുണ്ട്, അവൻ്റെ രഥത്തിൽ സ്വർണ്ണക്കട്ടികളുണ്ട്, അവൻ്റെ രഥത്തിൽ വിലയേറിയ വസ്ത്രങ്ങളുണ്ട്. അതെല്ലാം കാണിച്ച് നയമാൻ അവൻ ഏലീശയെ ഒന്ന് വശീകരിക്കാൻ വന്നിരിക്കുക. ഇത് ആത്മാവിൽ ആരാധിക്കുന്ന ഏലീശയ്ക്ക് അറിയാം, വന്നിരിക്കുന്നവൻ ചുമ്മാതെ അല്ല, പാപം അവൻ്റെ വാതുക്കലുണ്ട്. ഇനി ഇത് മനസ്സിലാകണമെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞാലേ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഈ വെള്ളിക്കെട്ടിക്ക് വേണ്ടി ഏലീശ കതക് തുറന്നില്ല, ഈ വില കൂടിയ വസ്ത്രത്തിന് വേണ്ടി ഏലീശ കതക് തുറന്നില്ല. പക്ഷെ അതിനു വേണ്ടി ഗേഹസി കതക് തുറന്നു. ആമേൻ. അത് വാങ്ങാൻ വേണ്ടി ഗേഹസി കതക് തുറന്നു. അതുകൊണ്ട് നയമാന്റെ കുഷ്ഠം ആർക്ക് കിട്ടി? ഗേഹസിക്ക് കിട്ടി. ഇനി അടുത്ത ദൂത് ഞാൻ പറയാ, അവർ പക്ഷെ വാതിൽ തുറന്നിരുന്നെങ്കിൽ, ഇതെല്ലാം വാങ്ങിയിരുന്നെങ്കിൽ ഈ കുഷ്ഠം ഏലീശയ്ക്ക് കിട്ടേണ്ടതാ. പക്ഷെ ഏലീശ തുറക്കരുത്. ചില വാതില് ആരെല്ലാം വിളിച്ചാലും നിന്റെ വാട്സാപ്പ് തുറക്കരുത്, നിന്റെ ഫേസ്ബുക്ക് തുറക്കരുത്, നിന്റെ ഇൻസ്റ്റാഗ്രാം തുറക്കരുത്, നീ കോൾ എടുക്കരുത്. ചില പാപം നിന്നെ വിളിക്കും, ചില നിന്നെ തകർക്കാൻ വേണ്ടി വിളിക്കും. തുറക്കരുത്, തുറക്കരുത്, തുറക്കരുത്. ഓ പാതാളത്തിന് വാസൽകൾ എന്നെ മേற்கொள்ளாது, என்னை மேற்கொள்ளுவதில்லை. ஆமென். என் மேல பாதாளத்தின் வாசலுக்கு அதிகாரம் இல்லை. எந்த விதமான வசீகரிக்கிற எதை கொண்டு வந்தாலும், பொருட்களை கொண்டு வந்தாலும் எனக்கு அது தேவையில்லை, வேண்டான்னு சொல்லுகிற ஒரு நல்ல மனசு. ஆமென். ஆவிக்குரிய மனசு எத்தனை பேர் ஆமென் ஆமென்னு சொல்லி இன்னைக்கு ராத்திரி கர்த்தரை துதிப்பீங்க? எத்தனை பேர்? ஆமென். സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പുതിയതായിട്ടൊരു വീട് വെച്ച് ഭാര്യയും ഭർത്താവും കൂടെ അതിൻ്റെ ഹൗസ് വാമിങ്, പാലുകാച്ചെന്ന് പറയും, നടത്തി. ഒരുപാട് ആൾക്കാരെ വിളിച്ചിരുന്നു. അവരെല്ലാം വന്നവരെല്ലാം ക്ലോക്ക്, പൂവ്, കിണ്ടി, മുന്ത, കപ്പ്, സാസർ, പ്ലേറ്റ് ഒക്കെ കൊണ്ട് കൊടുത്തു. ആ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഈ മനുഷ്യർക്കൊന്നും വിവരമില്ല, ഇതിനും വേണ്ടി പാൻ എന്തിനാ, ഇതിനും വേണ്ടി കിണ്ടിയും മുന്ത എന്തിനാ, ക്ലോക്ക് തന്നെ 8 എണ്ണം കിട്ടിയിട്ടുണ്ട്, ഇവിടെ കെട്ടി തൂക്കാനാ, ഈ മനുഷ്യർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്തുകൂടെ എന്നൊക്കെ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വന്നവരെല്ലാം കഴിച്ചു പോയി. ഇപ്പോഴാണ് പോസ്റ്റ്മാൻ വന്നിട്ട് പറഞ്ഞു, ഒരു രജിസ്റ്ററുണ്ട്, ഇവരൊപ്പിട്ട് മേടിച്ച്. ആ രജിസ്റ്ററിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നു, ഗ്രീറ്റിംഗ്സ് ഫോർ ദ ഹൗസ് വാമിങ്. അവർ തുറന്നു നോക്കിയപ്പം ആ പട്ടണത്തിലെ ഏറ്റവും നല്ല എയർ കണ്ടീഷൻ തിയേറ്ററിൽ പുതിയതായിട്ട് റിലീസായ സിനിമയുടെ 2 ബാൽക്കണി ടിക്കറ്റ്. എന്നിട്ട് അതിനകത്തൊരു എഴുത്തും വെച്ചേക്കുന്നു, ഡിയർ ഫാമിലി, ഗോ ആൻഡ് റിജോയ്സ് ദിസ് ഹാപ്പി ഡേ. ഈ നല്ല ദിവസം പോയി സന്തോഷിക്കുക നിങ്ങൾക്ക്. അപ്പോൾ ഭാര്യ പറഞ്ഞു, കണ്ടോ, നല്ല മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. ഓരോരുത്തരൊക്കെ കിണ്ടിയും മൊന്തം ക്ലോക്ക് വന്നപ്പം നമ്മുടെ മനസ്സറിഞ്ഞ് ബാൽക്കണിയുടെ 2 ടിക്കറ്റ്. അങ്ങനെ അവർ രണ്ടുപേരും റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയതുകൊണ്ട് സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ ടിക്കറ്റ് അയച്ചു കൊടുത്തവർ അന്ന് കിട്ടിയ കിണ്ടിയും മൊന്തയും സഹിതം മൊത്തം ലോറിയെ കയറ്റി കൊണ്ടുപോയി. പ്രൈസിലോട്. ഞാൻ ചോദിക്കുന്നു, കിണ്ടി വേണോ ടിക്കറ്റ് വേണോ? ചില സമ്മാനങ്ങൾ നിന്നെ തേടി വരും. ആ വാതിൽ തുടരുത്, നീ ആ വാതിൽ പോകരുത്. അത് നിന്നെ മൊത്തത്തിൽ തകർക്കാനുള്ളതാ. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ വരും, ചില കോൾ വരുന്ന എന്നിട്ട് പറയും, ചേട്ടാ നിങ്ങൾക്ക് പലിശയില്ലാതെ ലോൺ തരാൻ ആഗ്രഹിക്കുന്നു,
ഇപ്പോൾ ഒരു OTP വരും, അതൊന്ന് പറഞ്ഞു വന്നാൽ മതി. ആ OTPയോട് കൂടി മിക്കവാറും നീ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. രാത്രി 11 മണിയാകുമ്പോൾ എല്ലാവരും മൊബൈൽ ഫോണൊക്കെ കഴിവെങ്കിലും ഓഫ് ചെയ്തോണം. കാരണം ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം 11 കഴിഞ്ഞാണ് ചെയ്യുന്നത്. അവരവസാനമായിട്ട് ഓണായിരിക്കുന്ന ഏതേലും മൊബൈൽ ഉണ്ടോ എന്നറിയാൻ വിളിച്ചു നോക്കും. ലാസ്റ്റ് നിൻ്റെ ഫോണിലായിരിക്കും കിട്ടുന്നത്. അവൾ മരിച്ചു കഴിയുമ്പോൾ, അവൻ മരിച്ചു കഴിയുമ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് അവൾ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി വിളിച്ചത് ആരെയാണ്? അത് നീയായിരിക്കും, പെടുകയും ചെയ്യും. വേണ്ടാത്ത വാതിൽ വഴി പോകരുത്, ആവശ്യമില്ലാത്ത വാതിലുകൾ തുറക്കരുത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. യൂട്യൂബിനകത്ത് നിന്ന് ഇങ്ങനെ പോകുമ്പം വേണ്ടാത്ത ചില വാതിൽ കാണും. എന്നതാണെന്നറിയാം എന്ന് വിചാരിച്ച് തുറക്കണ്ട. അത് നിൻ്റെ ആത്മീയ ജീവിതത്തെ തകർക്കും. നിൻ്റെ മുൻപോട്ടുള്ള പ്രാർത്ഥനാ ജീവിതത്തെ തകർത്ത് കളയും. നിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ വാതിലത് അടച്ചു കളയും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, പാതാള ഗോപുരങ്ങളെ തിരിച്ചറിയുക, പാതാളത്തിൻ്റെ വാതിലുകളെ തിരിച്ചറിയുക. പോകാം നമുക്ക്. വായിക്കാം അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. വാതിൽ വഴി സൂക്ഷിക്കും. വാതിൽ സൂക്ഷിക്കണം. പത്രോസ് സഫീറയോട്, അനന്യാസിന്റെ ഭാര്യയാണ് സഫീറ, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് അനന്യാസും സഫീറയും. നല്ല ഇത്ര ഐക്യതയുള്ളൊരു ഫാമിലി ഒരു സഭയിലും ഇല്ല. ആമേൻ. ഇല്ല. കുടുംബമായിട്ട് അവർ ഒരുമിച്ച്, നുണ പറയാൻ ഒരുമിച്ച്, കള്ളം പറയാൻ ഒരുമിച്ച്, കക്കാൻ ഒരുമിച്ച്. എന്തൊരു സ്നേഹമാണ് അനന്യാസും സഫീറയും. ആമേൻ. പറയാണ്, വാച്ചോ. ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്. ആ വാതിൽ സൂക്ഷിച്ചോണം. ദശാംശം കൊടുക്കാത്തവനെ കുഴിച്ചിട്ടവര് പിക്കാസം കോടാലിയുമായിട്ട് വാതിൽക്കൽ നിൽപ്പുണ്ടെന്ന്. 1 മിനിറ്റ് നേരം സമയം തരുന്നു എല്ലാവർക്കും ശ്വാസം വിടാനായിട്ട്. കാരണം ഇതൊരു വല്ലാത്ത ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, എനിക്കും മനസ്സിലായി. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിൽ മോഷ്ടിച്ച് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നവൻ്റെ പേര് കള്ളൻ. എന്നാൽ കർത്താവിൻ്റെ പൈസ മോഷ്ടിക്കുന്നവൻ്റെ പേര് വിശുദ്ധ കള്ളൻ. പത്രോസ് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ കുടിച്ചിട്ടവർ വാതിൽക്കൽ നിൽപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവരുടെ കാല് വാതിൽക്കലുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ പുസ്തകം പഠിക്കണം. ഇവൾ അതൊന്നും അംഗീകരിച്ചില്ല. ഇവൾ അന്നേരം എന്ത് ചെയ്താൽ മതിയായിരുന്നു? പത്രോസിൻ്റെ കാലിലോട്ട് വീണിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. തെറ്റിപ്പോയി, അവളെങ്കിലും രക്ഷപ്പെട്ടേനെ. പക്ഷെ അവസാനം അവർക്ക് അവളെയും കുടിച്ചിടേണ്ടി വന്നു. ചരിത്രമതാ. ഇന്ന് രാത്രി തമ്പുരാൻ തന്ന നന്മ, പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം പറയരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നീ ലോകത്തിൽ ആരോട് പാപം ചെയ്താലും ദൈവം ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനോട് നീ പാപം ചെയ്താൽ ക്ഷമിക്കില്ല. കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തൊന്ന് സ്തുതിച്ചാട്ടെ. സമയമില്ല. அடுத்து நான் சொல்ல போகிறது, நீங்கள் வாழ்க்கையில் ஒரு நாளைக்கும் நான் இன்னுமே சொல்ல போகிற வாசல் திறக்காமல் போகவே கூடாது, திறக்கணும். இன்றைக்கி நைட்டு நீங்கள் போகும்போது உங்களுக்கு திறக்க வேண்டிய 2-3 வாசல்களை உங்களுக்கு சொல்லி அனுப்புகிறேன். ஆசீர்வாதத்தின் வாசல்கள், திறக்க வேண்டிய வாசல்கள். போமா. അപ്പോസ്തല നടപടിക്ക് 12-ാമത് അധികാരം 13-14. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 13-14 തുറക്കേണ്ട ചില വാതിലുകൾ വായിക്കാം. അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടിയാറേ. പത്രോസ്, പേതുരു, ആമേൻ, പടിപ്പുര വാതിൽക്കൽ മുട്ടിയാറേ. രോദ എന്ന് പറയുന്ന ഒരു സഭാ വിശ്വാസിയായ പെൺകുട്ടി വിളി കേൾപ്പാൻ വാതിലിനടുക്കലെത്തി. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. മതി. അവൾ പത്രോസിന്റെ ശബ്ദം ഒന്ന് പറ, എല്ലാവരും പറ, തിരിച്ചറിഞ്ഞു. അടുത്ത് കേട്ടോ, സഭയുടെ
പാസ്റ്ററുടെ ശബ്ദം കതകു തുറക്കാതെ തിരിച്ചറിയുന്ന വിശ്വാസിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്റർ വെളി വന്ന് കോണിപ്പലടിക്കുമ്പോഴത്തേക്ക് ആരാ? രാഘവനാണോ, അപ്പുക്കുട്ടനാണോ, ഗോപാലനോ? അങ്ങനെ 5-6 പേരുടെ പേര് ചോദിക്കരുത്. പാസ്റ്റർ എന്ന് പറഞ്ഞ് കതകു തുറക്കണം. സ്വന്തം ദൈവദാസൻ വെളിയിൽ നിൽക്കുക, 2 ഇഞ്ച് അപ്പുറത്ത് നിൽക്കുക. അകത്ത് നിന്ന് രോധ അവളുടെ ശബ്ദം തിരിച്ചറിഞ്ഞു. ഒരു ദൂത് പറയാൻ വേണ്ടിയിട്ടാ ഇന്ന് രാത്രി ശബ്ദം എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നു, ഓൺലൈനിലൂടെ ഒക്കെ കേൾക്കുന്നവർ പറയാ, ദൈവദാസന്മാർക്ക് വേണ്ടി നിന്റെ കതക് തുറന്നു കൊടുക്കുക. അവൻ സുവിശേഷം പറയുന്നവർക്ക് വേണ്ടി കതക് തുറക്ക, ദൈവനാമത്തിന് വേണ്ടി കതക് തുറക്ക, കർത്താവിനെ ഉപദേശിക്കുന്നവർക്ക് വേണ്ടി കതക് തുറക്ക, വചനം പറയുന്നവർക്ക് വേണ്ടി കതക് തുറക്ക. എന്റെ കർത്താവ് വിളിച്ചു പറയുന്ന അപ്പോസ്തലന്മാർക്ക് വേണ്ടി നിന്റെ വീടിന്റെ വാതിൽ തുറക്കാൻ. പലതിന് നീ വാതിൽ അടയ്ക്കണം, പലതിന് നീ തുറക്കരുത്. എന്നാൽ അപ്പോസ്തലന്മാർക്ക് വേണ്ടി നീ വാതിൽ തുറക്ക. ഞാൻ ഇങ്ങനെ പറയട്ടെ, സുവിശേഷത്തിന് വേണ്ടി തുറന്ന വാതിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവദാസന്മാർക്ക് വേണ്ടി നിന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ടുണ്ടോ, നീ അനുഗ്രഹിക്കപ്പെടും. അവർ പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യം വരും. അവർ പ്രാർത്ഥിച്ചാൽ നിന്റെ വീട് മാനിക്കപ്പെടും. അവർ പ്രാർത്ഥിച്ചാൽ നിന്റെ മൃഗസമ്പത്തുകൾ, വാഹന സമ്പത്തുകൾ, നിന്റെ കൃഷി സമ്പത്തുകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദൈവദാസന്മാർ അകത്ത് വരട്ടെ, അവൻ ആരാധിക്കുന്നവർ അകത്ത് വരട്ടെ, പ്രാർത്ഥിക്കുന്നവർ അകത്ത് വരട്ടെ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി പറ, ദൈവദാസന്മാർ എന്റെ വീട്ടിനകത്ത് വന്നതാണ്. എന്റെ നന്മയെന്ന് പറയാൻ കൃപയുള്ളവർ ആ കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. என் வீட்டுக்குள்ள ஊழியக்காரங்களுக்கு ஜெபிக்கிறதுக்கு நான் கொடுத்த வாய்ப்பு, அவங்க வீட்டுக்குள்ள வந்து ஆராதிச்ச காரணத்தினால இன்னைக்கு நான் சந்தோஷமா இருக்கிறேன். அவன் என்ன வீட்டில் பிரச்சனை வந்த நேரத்தில் ஊழியக்காரங்க உள்ள வந்து அவங்களுக்கு ஆறுதல் சொன்னதுனால இன்னைக்கு குடும்பம் சந்தோஷமா இருக்குன்னு எத்தனை பேர் சொல்லுவீங்க? எனக்கு சந்தோஷம் வர, என் குடும்பத்துக்கு ஆறுதல் வர, என் குடும்பம் ஆசீர்வதிக்கப்பட, எனக்கு நன்மை உண்டாக காரணம் ஊழியக்காரங்க என் வீட்டுக்குள்ள வந்த காரணத்தினால. ஆமென், ஆமென். மாட்டு தொழுவத்தில் இயேசு பிறந்தார். மாட்டு தொழுவத்தில் இயேசு பிறந்தார். இயேசு பிறக்கிறதுக்கு முன்னாடி வரைக்கும் அந்த தொழுவத்தில் ஆமென் ஈ மட்டும்தான் இருந்தது, கொசு மட்டும்தான் இருந்தது அந்த தொழுவத்தில். ஆனால் கர்த்தர் வந்ததில் பொண்ணு வந்தாச்சு, அங்கே மீற வந்தாச்சு, குந்திரிக்க வந்தாச்சு, தூதர்கள் வந்தாங்க, பாட்டு வந்தாச்சு. அவன் எல்லாம் மாறியாச்சு. ஹல்லேலூயா. அவன் பரலோகத்தினுடைய பாட்டு அப்படி இறங்கி வந்துருச்சு. இயேசு வந்த காரணத்தினால, இயேசு வந்த காரணத்தினால, ஹல்லேலூயா. என் உள்ளத்துல இயேசு வந்த காரணத்தினால, என் வீட்டில் இயேசு வந்த காரணத்தினால, என் வீட்டில் ஊழியம் சுவிசேஷம் வந்த காரணத்தினால, அந்த கரங்களை தட்டி வாயை திறந்து ஹல்லேலூயா சொல்லுங்க. நான் ஆசீர்வதிக்கப்பட்டேன், எனக்கு நன்மை வந்தது. ஆமென். ஓபன் your house door for gospel, சுவிசேஷத்துக்காக. அல்லேலூயா. இந்தியாவில் 28 மாநிலங்கள். கொஞ்சம் நீங்க படிச்சு பாருங்க. சுவிசேஷத்துக்காக வாசல் திறந்த மாநிலங்கள் தமிழ்நாடு. கரெக்டா இல்லையா? ஆசீர்வதிக்கப்பட்ட இடம் கேரளம், ஆசீர்வதிக்கப்பட்ட இடம் கர்நாடகா, பரவாயில்ல. ஆந்திரா கொஞ்சம் நல்லா இருக்கு. என்னையா? ஆனால் நீ சத்தீஸ்கட்டில் போய் பாரு, ஜார்க்கண்டில் போய் பாரு, நீ காஷ்மீரில் போய் பாரு, நீ உத்தரப்பிரதேசில் போய் பாரு, நீ மத்திய பிரதேசில் போய் பாரு, நீ குஜராத்தில் போய் பாரு, கேரளாவில் வந்து இருந்து பாரு. கேரளாவுக்கு கேரளாக்காரங்களே பேர் போட்டாச்சு. அவங்க வந்து உபதேசமாரனும் கிடையாது, ஊழியக்காரன் கிடையாது, அரசியல்காரங்களே பேர் போட்டாச்சு. காட்ஸ் ஓன் கண்ட்ரி. ஏன் பேர் போட்டாங்க? அவங்க எல்லாம் ஊழியக்காரங்களா? ஒண்ணல்ல. ஏன் பேர் போட்டாங்க? ஜெபம் உள்ள நாடு, ஜெபம் உள்ள இடம். அல்லேலூயா. எத்தனை பேர் சந்தோஷமா? ஒன்றும் வேண்டாம். தமிழ்நாட்டில் 40 மாநிலங்கள், சாரி 40 டிஸ்ட்ரிக்ட்ஸ். என்ன கரெக்டா? 40 எத்தனை டிஸ்ட்ரிக்ட்? 40 எவ்வளோ இருக்கட்டும் போட்டோம். சரி, நீங்க தர்மாபுரி போய் பாருங்க, நீங்க நாகப்பட்டினத்தில் போய் பாருங்க,
நீங்க தஞ்சாவூர் போய் பாருங்க, நீங்க கன்னியாகுமரியை பாருங்க. பாருங்க என்ன கன்னியாகுமரி கேகே டிஸ்ட்ரிக்ட் உள்ள பிரத்யேகதை என்ன? ஜெபம் உள்ள நாடு, ஜெபிக்கிற நாடு. அவன் ஒவ்வொரு இடத்தை எடுத்து பாருங்க, ஒவ்வொரு இடம் எடுத்து பாருங்க. அல்லேலூயா. நீங்க கேரளாவில் 14 டிஸ்ட்ரிக்ட் இருக்குது. நீங்க காசர்கோடு, மலப்புரம், கோழிக்கோடு, அவன் கண்ணூர், அவன் போய் பாருங்க. பயம் வரும், பயம். நான் திருவனந்தபுரத்தில் இருந்து பாருங்க, பத்தனந்திட்டையில் போய் பாருங்க, எர்ணாகுளத்தில் போய் பாருங்க. அங்கிட்டு திரும்பினா ஜப வீடு, இங்கிட்டு திரும்பினா ஜப வீடு. பஸ் ஸ்டாண்டில் பார்த்தான்னா ஜபிக்கிறவன், அவன் பஸ்ஸில் பார்த்தான்னா சோத்திரம் சொல்லிட்டு நிற்கிறான். அவன் டிக்கெட் எடுக்கும்போது கண்டக்டர் சொல்கிறாரு பிரைஸ் தி லார்ட், பிரைஸ் தி லார்ட். எவ்வளவு சந்தோஷம்! அல்லேலூயா. எத்தனை பேருக்கு சந்தோஷம்? ஆமென். நான் ஏன் சொல்கிறேன் தெரியுமா? ஒரு ஊருக்கு ஆசீர்வாதமே ஜெபம். ஜெபத்துக்காக திறந்து கொடுக்கப்பட்ட வீடுகள் எல்லாம் ஆசீர்வதிக்கப்பட்ட வீடு. ஆமென். நீங்க கொஞ்சம் அதை கொஞ்சம் டெஸ்ட் பண்ணி கூட பாருங்க, டெஸ்ட் பண்ணி பாருங்க. ஆமென். 39 வருஷமா நான் இந்த புஸ்தகத்தை சுமக்கிறேன். 39 வருஷம். ஆமென். என் வாழ்க்கையில் இந்த 39வது வருஷம் இதை உயர்த்தி பிடிச்சதை சுமந்துட்டு சொல்லுவேன், இதை நான் சுமந்த காரணத்தினால எனக்கு எங்கெல்லாம் எனக்கு நடக்க முடியாமல் இருந்தது அங்கெல்லாம் இந்த புஸ்தகம் என்னை சுமந்து கொண்டு நடந்தது. ஹல்லேலூயா. நான் இது சுமந்த காரணத்தினால இந்த புத்தகமே மனைவியை சுமந்தது, என் குழந்தைகளை சுமந்தது. என்னுடைய வாழ்க்கையில் நான் எங்கெல்லாம் யாருக்கெல்லாம் ஜெபித்தாங்களோ அவங்களை எல்லாம் இந்த புத்தகத்தினால் ஆசீர்வதிக்கப்பட்டவனாங்க. சும்மா சொல்லலை, சும்மா ஏதாவது பிரசங்கம் பண்ணணும் அப்படின்னு சொல்லலை. எவ்வளவு பிரசங்கம் வேற பண்ணலாம், ஆனால் இது அனுபவம், இது அனுபவம். அல்லேலூயா. ஆமென். இன்னொரு வார்த்தை, 1 கொரிந்தியர் 16வது அதிகாரம் 9வது வசனம். എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. ஆமென். எனக்கு பெரிதும், ஆமென், கனி கொடுக்கிறதுமான ஒரு வாசல் திறக்கப்பட்டிருக்கிறது. அல்லேலூயா. ஆமென். பாஸ்டர் மேல்புறத்தில் கர்த்தர் சொல்லுகிறார், எனக்கு பெரிதும், ஆமென், பெருசான ஒரு வாசல். அவன் அது மட்டுமல்ல, கனி கொடுக்கிற, பலத்தை கொடுக்கிற ஒரு வாசல் கர்த்தர் எனக்காக திறந்திருக்கிறார். எதிரிகள் உண்டு, ஆமென், தடைகள் உண்டு, என்னால் அது எனக்கு பிரச்சனை அல்ல. வாசல் திறந்தவர், அண்ட சராசரங்களை படைத்து என் கர்த்தர் திறந்த வாசல். அதுக்காக எத்தனை பேர் சந்தோஷத்தோட கர்த்தர் நாமத்தை மகிமைப்படுத்துவீங்க? ஆமென். லரவசிகனம் துனடசே கமௌடபல் கசாமனாதியா அர்க்கஜாமனா ரகடகசே பலாம் தராஜியாரா அர்க்கஜே மசாந்தனே கமௌட்டாலசிகமா. சந்தோஷத்தோட கர்த்தாவை ஸ்துதிச்சாட்டே, மனசு நிறைஞ்ச தெய்வத்தை ஸ்துதிச்சாட்டே, கிருபையில் நிறைஞ்ச தெய்வத்தை സ്തുതിച്ചാട്ടെ. കർത്താവിനെ കുറിച്ച് എനിക്ക് 1000 കാര്യങ്ങൾ പറയാനുണ്ട്, പാടാനുണ്ട്. സമയത്തിൻ്റെ പരിമിതിക്കുള്ളിലെല്ലാം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച സ്തോത്രം. ആമേൻ. ഞാൻ ചിലപ്പോഴൊക്കെ ഇടയ്ക്കിരുന്ന് നല്ല പാട്ടുകൾ ഇങ്ങനെ എഴുതും. ആമേൻ. ചില ലൈനുകൾ എന്നെ ഒത്തിരി സ്പർശിക്കും. ആമേൻ. ഒവ്വൊരു നാളും എന്നെ നടത്തും அன்பு, ஒவ்வொரு தவறும் சொல்லி திருத்தும் அன்பு. எங்கேயாவது பார்த்திருக்கீங்களா இந்த அன்பு? இந்த அன்பு எங்கேயாவது பார்த்திருக்கீங்களா? ஒவ்வொரு நாளும் என்னை நடத்தும் அன்பு, ஒவ்வொரு தவறும் சொல்லி திருத்தும் அன்பு. எப்படி பாடுவேன், எப்படி புகழுவேன், எப்படி பாடுவேன், எப்படி புகழுவேன், இந்த அன்புக்கு ஒப்பாகுமா? எப்படி பாடுவேன், எப்படி புகழுவேன், எப்படி பாடுவேன், எப்படி புகழுவேன், இந்த அன்புக்கு ஒப்பாகுமா? என் பாசக்கடலே எந்த இயேசு ராஜா, நேசத்தின் உறவே எந்த இயேசு ராஜா. என் பாசக்கடலே எந்த இயேசு ராஜா,
நேசத்தின் உறவே எந்த இயேசு ராஜா. மனைவியின் அன்பொரு நாள் மறந்தே போய்விடும், தேசத்தின் அன்பொரு நாள் தேய்ந்தே போய்விடும், பிள்ளையின் அன்பொரு நாள் பிரிந்தே போய்விடும், உலகத்தின் நண்பர்களின் அன்பு நலிந்தே போய்விடும். ஆனால் இயேசுவின் அன்பு அளவிட முடியாதது. நான் சிரித்தால் நீ சிரிக்கும் என்ன அன்பு, நான் அழுதால் நீ அழுகும் என்ன அன்பு. நான் சிரித்தால் நீ சிரிக்கும் என்ன அன்பு, நான் அழுதால் நீ அழுகும் என்ன அன்பு. எப்படி பாடுவேன், எப்படி புகழுவேன், எப்படி பாடுவேன், எப்படி புகழுவேன், இந்த அன்புக்கு ஒப்பாகுமா. எப்படி பாடுவேன், எப்படி புகழுவேன், எப்படி பாடுவேன், எப்படி புகழுவேன், இந்த அன்புக்கு ஒப்பாகுமா. என் பாசக்கடலே எந்த இயேசு ராஜா, நேசத்தின் உறவே எந்த இயேசு ராஜா. என் பாசக்கடலே எந்த இயேசு ராஜா, நேசத்தின் உறவே எந்த இயேசு ராஜா. ஹல்லேலூயா. அரபிக்கடல் வற்றினாலும் இந்த அன்பு கடல் வற்றாது, பசிபிக் கடல் வற்றினாலும் இந்த பாச கடல் வற்றாது. அல்லேலூயா. எனக்கு ரொம்ப பிடிக்கிற ஒரு லைன் அதில் இருக்குது. ஒவ்வொரு நாளும் என்னை நடத்தும் அன்பு. அந்த லைனோடு எனக்கு இஷ்டம். நான் தான் எழுதினது, ஆனாலும் நான் அப்புறம் திருப்பி திருப்பி பாடுவேன். ஒவ்வொரு தவறும் சொல்லி என்னை திருத்தும் அன்பு. அல்லேலூயா. என்னை புறக்கணிக்காமல் போ என்று சொல்லி என்னை தூர தனுப்பாமல் என்னை அரவணைத்து சேர்த்து கொண்ட அந்த அன்பு. அல்லேலூயா. எத்தனை பேர் சந்தோஷத்தோட கர்த்தர் நாமத்தை மகிமைப்படுத்துவீங்க? ஆமென். அல்லேலூயா. இன்னைக்கு ராத்திரி ஆமென் 1-2 வார்த்தைகள் மட்டும் சொல்லி உங்களுக்காக ஜெபிக்க விரும்புகிறேன். அப்போஸ்தலர் நடபடிக்கை 14வது அதிகாரம் 27வது வசனம் வாசிங்க. 14:27. எஸ். അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. എന്ന വാസൽ? വിശ്വാസത്തിന്റെ വാതിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തമ്പുരാൻ നമുക്കൊരു വാതിൽ തുറന്നു തന്നിട്ട് പറയാ, അതിലെ കൂടെ കയറി പോര്. ആ വാതിലിന്റെ പേരാണ് വിശ്വാസത്തിന്റെ വാതിൽ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? പറ. എൻ്റെ രാജ്യം ദൈവരാജ്യം. പറയണമെങ്കിൽ പറഞ്ഞു, പിന്നെ എല്ലാം പറഞ്ഞാൽ മതി. എൻ്റെ രാജ്യം ദൈവരാജ്യം, എൻ്റെ ജാതി വിശുദ്ധ ജാതി, എൻ്റെ വീട്ടുപേര് കുരിശുംമൂട്ടിൽ. എൻ്റെ വീട്ടുപേര് കുരിശുംമൂട്ടിൽ. അല്ലേ? അല്ലേ? കറിയത്തില്ല പക്ഷേ അമ്മ. എൻ്റെ നക്ഷത്രം ഉദയ നക്ഷത്രം, എൻ്റെ ജാതി വിശുദ്ധ ജാതി, എൻ്റെ വീട്ടുപേര് കുരിശുംമൂട്ടിൽ. ഹല്ലേലൂയ. എൻ്റെ ATM കാർഡ് വിശ്വാസം. കൃപയുള്ളവരെന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എൻ്റെ ATM കാർഡിൻ്റെ പേര് വിശ്വാസം. ഞാൻ ദൈവരാജ്യത്തിൽ അംഗമാണ്. ഒറ്റ വാക്യം കൂടെ പറഞ്ഞിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. നാളെയും കർത്താവ് അനുവദിച്ചാൽ ഞാൻ വരും. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തെ മുക്തപ്പെടുത്താം. വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഇന്ന് രാത്രി ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം
കഴിക്കും. അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് രാത്രി എൻ്റെ കർത്താവ് നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആ വാതിൽ എനിക്ക് വേണ്ടി നിന്ന് തുറക്കുമോ? നിന്നോട് കൂടെ അത്താഴം കഴിക്കാൻ, നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഇന്ന് രാത്രി നിൻ്റെ വീട്ടിൽ പാർക്കുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം പ്ലീസ്. ബൈബിളെല്ലാം കസരിലും താത്തു നോക്കൂ. എഴുന്നേക്കാൻ പറഞ്ഞത് പോകാനല്ല. അയ്യോ, ചിലര് എന്നാ പിന്നെ ഇരുന്നു, അതാ നല്ലത്. എഴുന്നേറ്റ ഉടനെ പോവുകയാണെങ്കിൽ പിന്നെ ഇരിക്കുന്നതാ നല്ലത്. പോകാനല്ല, ഒന്ന് പ്രാർത്ഥിക്കാനാ. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാ, നിങ്ങളൊന്ന് അനുഗ്രഹിക്കാനാ. നമുക്ക് ആ ക്രൂശിലേക്കൊന്ന് നോക്കാം. യേശു തുറന്ന വാതിൽ ഏതാണെന്നറിയോ? അവൻ്റെ ദേഹമെന്ന തിരശ്ശീല രണ്ടായി കീറി അവൻ്റെ ദേഹമെന്ന വാതിൽ നമുക്ക് വേണ്ടി തുറന്നു. മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്ന ആ സ്ഥലത്തേക്ക് നമുക്ക് കയറാൻ അനുവാദം തന്ന തമ്പുരാൻ, ഉഴവശാല് പോലെ തന്റെ ശരീരം കീറി മുറിക്കപ്പെടുമ്പോൾ നമുക്ക് ഒരു പ്രവേശനം, ആരാധനയ്ക്കായുള്ള പ്രവേശനം, സ്വർഗരാജ്യത്തേക്കുള്ള പ്രവേശനം. ആ പ്രാണനാഥനെ ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ ആ സ്നേഹത്തെ, ആ ക്രൂശിന്റെ ആ സ്നേഹത്തെ ഒന്ന് രുചിക്കാൻ. യെസ്, സ്നേഹത്തെ എത്ര നാൾ തള്ളി സ്നേഹത്തെ ആ ക്രൂശിലേക്ക് നോക്ക്. എത്ര നാൾ തള്ളി ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. പറ, ഈ മഹാ പാപത്തെ ദൈവമേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല. ഞാനിനി പോകില്ല. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല. എന്റെ തീരുമാനം ദൈവത്തിൽ പൈതലാ ജീവിക്കും ഞാൻ. തീരുമാനിക്കാം. ദൈവത്തിൽ പൈതലാ ജീവിക്കും. ക്രൂശിന്മേൽ അങ്ങ് കാൽവറിയുടെ മുകളിൽ കാണുന്ന ദാരിദ ക്രൂശിന്മേൽ കാണുന്ന ദാരിദ. ഓ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആ ക്രൂശിന്റെ ശബ്ദം
ആ ക്രൂശിന്റെ ശബ്ദം. ഓ, ആ ചങ്ക് പിളർന്ന് ചോര തന്നവന്റെ ശബ്ദം. ഓ, പ്രാണനാഥൻ. ഓ, ഈ ഗ്രൗണ്ട് മുഴുവൻ ദൈവ ശബ്ദം വ്യാപരിക്കുന്നു, ദൈവ ശക്തി വ്യാപരിക്കുന്നു. എന്റെ പ്രാണനാഥൻ. ചില കണ്ണുകൾ നനയുന്നുണ്ട്, ചില കണ്ണുകൾക്കകത്ത് വെള്ളം തുളുമ്പി നിൽക്കുന്നുണ്ട്. യേശുവിന്റെ ക്രൂശുമായി അവർ കണക്ട് ചെയ്യപ്പെടുന്നു. ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. വലിയ ദൈവ സാന്നിധ്യം അവിടെ വ്യാപരിക്കുന്നു. വലിയ ദൈവ സാന്നിധ്യം പലരെ തൊടുന്നു. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഒരു ചോദ്യം മാത്രം ചോദിക്കട്ടെ. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്റർ. ഈ രാത്രി തുറക്കേണ്ട വാതിൽ, തുറക്കേണ്ടാത്ത വാതിൽ, യഥാർത്ഥ വാതിൽ, ഒരിക്കലും മറക്കാനാവാത്ത ഈ മെസ്സേജ് എൻ്റെ ഹൃദയത്തിൻ്റെ മാംസ പലകകളിലൊന്ന് എഴുതി അയക്കണം. ഒരു വാക്കെൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ദൈവദാസന്മാർ വന്ന് നിങ്ങളുടെ തലയിൽ തൊടണ്ട. നിങ്ങളെ കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ യേശു ആ കയ്യെ തൊടും. ഒരു വാക്ക് പ്രാർത്ഥിക്കണമുള്ളവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ കയ്യിൽ കർത്താവ് ഒന്ന് തൊടട്ടെ. നിങ്ങളുടെ കയ്യിൽ യേശു തൊടും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിന്റെ മക്കളെ തൊട്ടയക്കണം. ദൈവാത്മാവ് സ്പർശിച്ചയക്കണം. ഞങ്ങളുടെ വാതിലായ, സാക്ഷാൽ വാതിലായ ക്രിസ്തു നിന്റെ മക്കളെ തൊട്ടയച്ചട്ടെ. രോഗികളെ സൗഖ്യത്തോടെ അയക്കണം. മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി അയക്കണം. അപ്പാ, നന്മകളെ നിറച്ചോട്ടെ, കൃപ കൊണ്ട് പൊതിഞ്ഞാട്ടെ. ഞങ്ങളുടെ കൂടെ ഇവിടെ ഇരുന്ന് കേൾക്കുന്നില്ലെങ്കിൽ ഇത് ഓൺലൈനിൽ എവിടെല്ലാം ഇരുന്ന് കേൾക്കുന്നോ അവരെ ഞങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്നിടത്തെല്ലാം ദൈവശക്തി വ്യാപരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘത്തെ അനുഗ്രഹിക്കണം. സോഷ്യൽ മീഡിയ ടീമിനെ അനുഗ്രഹിക്കണം. സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ചവരെ അനുഗ്രഹിക്കണം. ദൈവദാസന്മാരെയും സഭകളെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയച്ചോട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.